The flutters, FLUTTERS, double TRS, the flutters of the confide talk എന്ന് പറഞ്ഞാൽ ഒരു പ്ലസൻറ്റ് ഫീലിംഗ് എപ്പോഴാണ് വരണ ഒരു ഇൻറ്റിമേറ്റ് കൺവെർസേഷൻ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ അത് തുടർന്ന് ചേർന്ന് പോണ രീതിയിൽ വരുമ്പോഴാണ് അത് വരണത്. ഇതിൻ്റെ കാര്യങ്ങൾ ആദ്യം എങ്ങനെ പ്ലാൻ ചെയ്ത് പോകണമെന്ന് പറഞ്ഞു തന്നിട്ട് ഒരു പ്ലാനിങ്ങിലും ഉണ്ടല്ലോ ഉള്ളൊരു കാര്യം, എന്നിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് എന്താ ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് ചെയ്യാത്തത്, ചേർന്ന് പോണതിലാണ് കാര്യം, ചേർന്ന് സംസാരിക്കണതിലാണ് കാര്യം, ഇഷ്ടമില്ലാത്തടത്തല്ല ചെയ്യുക, ചേർന്ന് പോകണോടത്താണ് ചെയ്യേണ്ടത് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ആരുമില്ല, സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്നലെ അതൊക്കെ തീർന്നു. അപ്പോൾ ഇന്ന് തൊട്ട് തുടങ്ങുമ്പോൾ ഞാൻ ആദ്യം എനിക്ക് ഇന്ന് ജസ്റ്റ് സ്കാനിങ്ങിന് പോയി അപ്ലോഡ് ചെയ്യാനായിട്ട് അതിന് വേണ്ടി പോകണം. ഒരു ഫോട്ടോ അതിൻ്റെ സ്കാൻ ചെയ്ത് അതിൻ്റെ കുറച്ച് അധികം ഫോട്ടോസ് കുറച്ച് അധികം വേണ്ട, അതും എടുക്കാനായിട്ട് ഫോട്ടോ സ്റ്റുഡിയോയിൽ പോകണം. അതിന് മുമ്പ് എനിക്ക് ജസ്റ്റ് ഇന്നലെ ഉണ്ടായ കടലക്കറിയും കടലച്ചാന നല്ല മസാല ഉണ്ടാക്കിയതും അവിയലും ചോറും ഉണ്ടാക്കി അത് പോകണം. അതിൻ്റെ രാത്രി വേണമെങ്കിൽ ഒരു ഓംലെറ്റും, ജസ്റ്റ് രാത്രിയാണെങ്കിൽ ഉച്ചയ്ക്ക് ഓംലെറ്റ് കഴിക്കണ രസമല്ലല്ലോ, അവിയലും ഓംലെറ്റ് ഉണ്ടാക്കിയാൽ മതി. നാളെ ആണെങ്കിൽ ഇന്നത്തെ കാര്യം തിരിച്ച് വന്നിട്ട് എനിക്ക് ഇന്നത്തെ കാര്യം അതിൻ്റെ അഡ്രസ്സും അതിൻ്റെ ഫോൺ നമ്പർ വേണമെന്ന് പറഞ്ഞാൽ അതും കൊടുത്തിട്ട് അതിൻ്റെ തീർപ്പാക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ മതി. എന്നിട്ട് ഫ്രൈഡേ എനിക്ക് വേണമെങ്കിൽ പ്ലാൻ ചെയ്ത് പോകണമെങ്കിൽ ഇതിൻ്റെ പേരും ഒന്നും എടുത്ത് പറയണല്ലോ. അപ്പോൾ ഫ്രൈഡേ അത് വിളിച്ച് ചോദിക്കും വിചാരിച്ചിട്ടോ. ഫ്രൈഡേ നാളെ എന്തെങ്കിലും മാഗി നൂഡിൽസ് കഴിച്ചിട്ട് ഇന്ന് 12:15 കഴിഞ്ഞ് നാളെ 10:30 മാഗി നൂഡിൽസ് കഴിച്ച് നേരത്തെ തന്നെ ബാങ്കിൽ പോയി അക്കൗണ്ട് ഫില്ല് ചെയ്യേണ്ടത് ഇങ്ങോട്ട് കാശ് അയച്ച് അങ്ങോട്ട് കൊടുത്തിട്ട് തിരിച്ച് വരാം. അത് കഴിഞ്ഞ് എനിക്ക് വേണമെങ്കിൽ ഒരു കോളിഫ്ലവർ കറിയും പൊട്ടാറ്റോയും മസാല കറി പോലെ ഉണ്ടാക്കി ചോറ് ബാക്കി ഉണ്ടാക്കുക, അതുണ്ടാക്കി കഴിക്കാം. രാത്രിയും ഉച്ചയ്ക്ക് ഒരു 3:30-4:30 സമയത്ത് 2:30. അപ്പോൾ അത് തീർന്ന് സാറ്റർഡേ ആണ് മാക്രോണി പാസ്ത റെഡ് ചില്ലി സോസൊക്കെ മേടിച്ച് ഹാമും സോസേജൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങി അത് 2 നേരത്തേക്ക് കഴിക്കാനായിട്ടുള്ളത് കഴിക്കുക. മാക്രോണി പാസ്ത കുറച്ച് സ്പെഷ്യലായിട്ട് പൊട്ടാറ്റോ കരിഞ്ഞിട്ട് വെജും എല്ലാം സാൾസ മിക്സ് ചെയ്തിട്ട് നോൺ വെജ് മിക്സ് ചെയ്തിട്ട് മാക്രോണി ചെറുത് പാസ്ത. സൺഡേ ആണ് ബീഫ് ബിരിയാണിയുടെ ദിവസം. 2 നേരം ബീഫ് ബിരിയാണി ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ രീതിയിൽ ഉണ്ടാക്കിയ അവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരുമോ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി ഡിസ്കസ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് മൺഡേ ട്യൂസ്ഡേ വീട്ടുകാർ തിരിച്ച് വന്ന് ബാംഗ്ലൂരിൽ നിന്ന് അവർ ട്യൂസ്ഡേ വെനസ്ഡേ എനിക്ക് വേണമെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിൻ്റെ അക്ഷയ കേന്ദ്രത്തിൽ പോയി തൃശ്ശൂർ ചെമ്പുക്കാവിലാന്ന് തോന്നുന്നു, അവിടെ ചെന്ന് എനിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് 10, 20, 30 വർഷം ഇവിടെ താമസിച്ച് അവിടെ നിന്ന് നോക്കുള്ളൂ. അപ്പം നെടുപുഴ പോലീസ് സ്റ്റേഷനിൽ അവിടെ ആപ്ലിക്കേഷൻ കൊടുത്താൽ അതിനുള്ള തീർപ്പാവും. അത് കഴിഞ്ഞ് എനിക്ക് എന്താണെന്ന് വെച്ചാൽ മുമ്പ് എപ്പോഴെങ്കിലും പുറത്ത് പണ്ടെപ്പോഴോ പാസ്പോർട്ട് 16 വർഷം മുമ്പ് പോയതല്ല ബയോമെട്രിക് എടുക്കുന്നത്, മുമ്പ് ബയോമെട്രിക് എടുക്കണം. അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഇത് കഴിഞ്ഞ് ഇവർ ബാംഗ്ലൂർ VFSൽ പോകണമെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഇവിടുന്ന് പോണവരില്ലെങ്കിൽ അവിടെ നിന്നുള്ള കണ്ട് ഇവിടുന്ന് ബസ്സിൽ പോയി അവിടെ നിന്ന് VFS ഗ്ലോബൽ കേന്ദ്രത്തിൽ പോയി ബയോമെട്രിക്കും മൈമെട്രിക്കും ഫിംഗർ മെട്രിക്കും എല്ലാം ചെയ്ത് പാസ്പോർട്ടിൽ വിസ അച്ചടിച്ച് അത് കിട്ടുകയാണെങ്കിൽ ഫേക്കാണെങ്കിൽ ഉണ്ടാവില്ല 14 ദിവസം കഴിഞ്ഞ് 2-3 ആഴ്ച എടുക്കുമായിരിക്കും, അല്ലെങ്കിൽ 4 ആഴ്ച. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കഴിഞ്ഞ് HIV ട്യൂബർക്ലോസിസ് ടെസ്റ്റ് എടുത്തിട്ട് ഇവരുടെ പേരും വിവരമൊന്നും ഞാൻ പറയണല്ലോ, അത് ടെസ്റ്റ് എടുത്ത് അതിൻ്റെ റിസൾട്ട് കഴിഞ്ഞിട്ട് 5 ആഴ്ച 6 ആഴ്ച എടുത്താലും ഒരു 1.5 മാസം എടുത്താണെങ്കിലും അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം പുറത്തേക്ക് പോകാൻ. എന്നിട്ട് അവരായിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ബിരിയാണിയും അതൊക്കെ ബീഫ് ബിരിയാണി ഉണ്ടാക്കി വരണ്ടെങ്കിൽ അവരുടെ പ്രഷർ കുക്കറിൽ പുറത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ എത്താണെങ്കിൽ സിം കാർഡ് ആദ്യം എടുക്കുക. 1000 രൂപയുടെ 10 യൂറോയുടെയാണ്. ഇവിടെ 300, 250, 150, 180 രൂപയുടെ എടുക്കാൻ പോലില്ല. അവിടെ 1000 രൂപയാണ് ഒരു മാസം. അധികം കാര്യങ്ങൾ ഫോമും അങ്ങനത്തെ മുഖം നോക്കിയിട്ട് കാര്യമില്ല, മുഖം എപ്പോഴും മാറും. അങ്ങനത്തെ ഒരു തരം അത്രയും വാലിഡ് ഡോക്യുമെൻ്റ് ഇല്ലാണ്ട് ഫോറിനേഴ്സിനും സിം കാർഡ് എടുത്ത് ഒരു 2 മിനിറ്റിനുള്ള ആക്റ്റീവ് ആവും മൊബൈലിൽ. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടുത്തെ ഫുഡ് തരണ്ടെങ്കിൽ മാക്രോണിയും ബ്രെഡും അതിൽ മുക്കി പാസ്ത കഴിക്കുകയാണെങ്കിൽ അത് വിശപ്പ് മാറണമെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ അവർ തരേണ്ട പ്രഷർ കുക്കറിൽ വേണമെങ്കിൽ പരിപ്പറി പരിപ്പും ദാലും അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചെറിയ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് ഫോറിൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ട് അവിടുത്തെ അക്ഷരങ്ങളൊക്കെ കണ്ട് പഠിച്ച് മനസ്സിലാവും, ജർമ്മൻ അക്ഷരങ്ങൾ, ഡച്ച് അക്ഷരങ്ങൾ. എന്നിട്ട് അവിടുത്തെ അരിയും മുട്ടയും കൂടുതൽ വേണമെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെച്ച് ആവശ്യമുണ്ടെങ്കിൽ അവരുടെ പ്രഷർ കുക്കർ ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ അവരോട് ഡിസ്കസ് ചെയ്ത് വേണമെങ്കിൽ ബീഫ് ബിരിയാണിയൊക്കെ പിന്നെ ഉണ്ടാക്കിയാൽ മതി. 2 മാസം കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ 2 ദിവസം ഒഴിവ് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ലീവ് എടുക്കുകയാണെങ്കിൽ 25 ദിവസം ഒരു വർഷം 2 വർഷം ലീവ് ഉണ്ടല്ലോ,
അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ബീഫ് ബിരിയാണി ഇവിടെ ഉണ്ടാക്കണം, അവർ കഴിക്കട്ടെ അല്ലെങ്കിൽ കഴിക്കണ്ടെങ്കിൽ വേണ്ട. അപ്പോൾ അങ്ങനെ ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ രീതിയിൽ വരുമ്പോൾ അത് കഴിഞ്ഞ് പരിപ്പ് കറിയും ചോറും ഓംലെറ്റും വല്ല വെജിറ്റബിൾ ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ കഴിക്കണമെങ്കിൽ കഴിച്ചു. നല്ലോട്ട് കഴിക്കുമ്പോൾ അവിടെ ഡിസ്കസ് ചെയ്യാൻ കഴിക്കണമെങ്കിൽ വേണ്ട. രണ്ടുപേര് റൂമിൽ താമസിക്കേണ്ട, അവർ ചെയ്യണം നമ്മൾ നോക്കണ്ട, ചെയ്യണില്ലെങ്കിൽ ഉണ്ടാവില്ല. ജോബ് സ്ഥലത്ത് അങ്ങനെ ഇൻസെക്യൂരിറ്റി ഫീലിങ്ങിൽ അവരൊന്നും ചെയ്യില്ല. അത് കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് വേണം ഇംഗ്ലീഷ് ഫുഡ് സോസേജും അവിടെ ക്യാൻറ്റീനിലൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെജിറ്റബിൾ മാറ്റം കഴിക്കണമെങ്കിൽ ഒരു സോസേജിൻ്റെ ഫ്രീസ്ഡ് പാക്കറ്റും ചിക്കൻ ഹാമും ചിക്കൻ പാറ്റിയും ബ്രെഡും എഗ്ഗും പിന്നെ ചീസും ഫ്രഞ്ച് ഫ്രൈസും സ്റ്റോർ ചെയ്യാൻ ഫ്രിഡ്ജിൽ വയ്ക്കാൻ തികയണില്ലെങ്കിൽ അതിൽ കൊള്ളണില്ലെങ്കിൽ അത് പേടിക്കണ്ട. അത് അവധി സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ മേടിച്ചാൽ മതി. കമ്പനിക്കാർ ഫുഡ് തരണ്ടെങ്കിൽ ക്യാൻറ്റീനിലും അത് മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ നോട്ട്സ് ക്യാഷായിട്ട് കൊണ്ടുപോകണ്ടെങ്കിലും. എന്നിട്ട് നമ്മളെന്തെങ്കിലും ഡിസ്കസ് ചെയ്യേണ്ടെങ്കിൽ എല്ലാവരും കണ്ടുമുട്ടണം. ആർക്കും തമ്മിൽ കൺസെൻറ്റിങ് പാർട്ടീസായിട്ട് സംസാരിക്കണം. ആവശ്യം മനസ്സിലാവണമെങ്കിൽ നമ്മൾ പുറത്തേക്ക് തിരിച്ച് പോകേണ്ട രീതിയാണെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട, ആവശ്യമുണ്ടെങ്കിൽ ചെയ്തോളൂ. അതിന് 9 മാസം 6 മാസം കാത്തിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പറയും ജസ്റ്റ് കോംഫായി ടോക്ക് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, സെക്ഷൻ ടോക്ക് ആണെങ്കിലും 9 മാസം അല്ലെങ്കിൽ 9 മാസം തരാം, 3 മാസം തരാൻ, 1 വർഷത്തിനധികം ഇല്ല, 1.5 വർഷം, 1.25 വർഷം, 1.25 വർഷം, 1.5 years, 1.45 years. 1 മാസം മുമ്പ് 2 വർഷത്തിന് 1 വർഷത്തേക്ക് മാത്രം നീട്ടി കെട്ടിയാൽ മതി വിസ. 2 വർഷം കഴിയുകയാണെങ്കിൽ അല്ലെങ്കിൽ 1.25 വർഷം നിൽക്കുകയാണെങ്കിൽ അങ്ങനെ. അപ്പോൾ അതിനിടയിൽ നമ്മൾ തിരിച്ച് പ്രദക്ഷിണം സ്നേഹിക്കുക, പങ്കുവയ്ക്കുക, അല്ലെങ്കിൽ സോഷ്യൽ വാക്കുകൾ പറയരുത്, സോഷ്യൽ കഴിക്കരുത്, ബോധത്തോടെ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും നമ്മൾ ഇങ്ങനെയല്ല സംസാരിക്കുക. സാധാരണ രീതിയിൽ ഇങ്ങനെ പറഞ്ഞ രീതി വരുമ്പോൾ അതിൽ വാച്ചിങ് ചെയ്യുന്ന ഷെയ്ലോട്ട് കാപ്രിയോ അവരുടെ പിന്നെ ഹാപ്പൻസ് ടോബി മേക്കർ ഹാരിയുടെ കൂട്ടുകാരൻ ടൈറ്റാനിക് സ്പൈഡർമാൻ്റെ ക്യാരക്ടർ അത് പറയുമ്പോൾ 10 ലക്ഷം 20 ലക്ഷം സേവിങ്സ് അവരുടെ 6500 ഡ്രസ്സ് അവരെ തട്ടിമുട്ടി പഠിപ്പിക്കുക അതൊക്കെ പറയുമ്പോൾ വിവാഹത്തിനുടപടിയിലാണ് ജോലിയുടെ പെണ്ണുങ്ങളെ അടിച്ച് ഗേൾഫ്രണ്ട് ബോയ് ഫ്രണ്ടായിട്ട് താമസിച്ച് റെൻ്റ് എടുത്ത് വീട് താമസിച്ച് അവരുടെ കാശ് നമ്മൾ പ്രതീക്ഷിക്കണില്ല. അത് ഫോറിൻ കൺട്രീസിലാണെങ്കിൽ അവർ അവരുടെ ബോയ് ഫ്രണ്ടായിട്ട് പോയിട്ട് അവർ വേറെ ചിലപ്പോൾ റെൻ്റ് എടുത്ത് വീട് താമസിക്കേണ്ടി വരും, ഞാൻ വേറെ നോക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയല്ല ഇവിടെ ഇന്ത്യൻസ് നമ്മൾ ഇവിടെ നോക്കണമെങ്കിൽ ഇവിടെ മതി. ഇന്ത്യൻസ് ഇവിടെ തമ്മിൽ നോക്കി ഇതിൻ്റെ കല്യാണം കഴിച്ച് സുഖാരിച്ചിരിക്കുമ്പോൾ കുറേ നാൾ മക്കളെ വളർത്തിക്കൊണ്ടുവരേണ്ട രീതി ഒരുമിച്ചുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ എന്തെങ്കിലും വാച്ചിങ് രീതിയിൽ തിരിച്ച് പ്രതീക്ഷിക്കുക, കോ പാരൻറ്റിങ്, ബേർഡ് പാരൻറ്റിങ് രീതിയിൽ വരണം അങ്ങനെ. അപ്പോൾ അങ്ങനത്തെ അവർ ഇപ്പോഴത്തെ പിള്ളേരല്ല ആർട്ടിഫിഷ്യൽ AI ജോബ്, ഡിജിറ്റൽ ജോബ്, ആനിമേഷൻ ജോബ്, അവരുടെ 60,000 2 വർഷം സർവീസ് പാർട്ട് ടൈം സ്റ്റഡി ചെയ്ത് വലിയ ജോലി 23 വയസ്സിനുള്ളിൽ പഠിക്കട്ടെ. എൻ്റെ വിവാഹത്തിനുടപടിയിലാണ് ജോലിയിൽ പെണ്ണ് കഴിച്ച് ഗേൾഫ്രണ്ട് ബോയ് ഫ്രണ്ട് താമസിക്കുക, റെൻ്റ് എടുത്ത് വിട്ട് താമസിക്കുക, അവരുടെ കാശൊന്നും വേണ്ട. ഇതുപോലെയല്ലേ പറയാം. സാധാരണ രീതിയിൽ കൂടെ പറയുമ്പോൾ ഭക്ഷണം കഴിച്ചതിൽ പറയുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റിയ രീതിയിൽ സംസാരിക്കുന്ന രീതിയിൽ കൺസെൻറ്റിങ് പാർട്ടീസ് ഉണ്ടായി. അല്ലാണ്ട് ജോബിൽ ചെയ്യണ സമയത്ത് ആരും ഇൻറ്റിമസി മസ്റ്റാന്ന് പറയാനുള്ളത് കൺസെൻറ്റിങ് പാർട്ടീസിന് ഉണ്ടായാലും അത് വേറെ കാര്യം, വേറെ രീതി. അല്ലാണ്ട് ജോബ് ചെയ്യണ ഒരു സ്ഥലത്ത് ജോബ് ചെയ്യണവർ തമ്മിൽ ഇൻറ്റിമസി ചില ഗൈഡ് ലൈൻസ് അത് തെറ്റാന്ന് പറയും. അതിൽ വിസിൽ ബോളർ പോളിസിയിൽ അത് പുറത്താക്കും. അത് വേണ്ട. തമ്മിൽ കൺസെൻറ്റ് ചെയ്ത് നമ്മൾ അത് ഇൻറ്റിമസി മസ്റ്റല്ല. ജോബ് ചെയ്യണ അറ്റ്മോസ്ഫിയറിൽ ഇൻറ്റിമസി മസ്റ്റല്ല. ജോലി ചെയ്യുക, ജോലി പഠിക്കുക, അത് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുക. പെട്ടെന്നാണെങ്കിൽ സാധാരണ അത് ഒരു തന്തരൂസ്ഥ രീതിയിൽ എനർജറ്റിക് രീതിയിൽ ചെയ്യുമ്പോഴാണ് അത് കണ്ടിന്യൂറ്റി വരാണതും. 9 മാസം നിൽക്കണമെങ്കിലും 6 മാസം നിൽക്കുകയാണെങ്കിലും 2 മാസം 3 മാസം നിൽക്കുകയാണെങ്കിലും 1 വർഷം നിൽക്കുകയാണെങ്കിലും 1.25 വർഷം 1.5 years നിൽക്കുകയാണെങ്കിൽ 1.45 years നിൽക്കുകയാണെങ്കിലും അതിന് 1 മാസം മുമ്പ് വിസ കണ്ടിന്യൂ ചെയ്തിട്ട് മൾട്ടിപ്പിൾ എൻട്രീസിൽ വേറെ എവിടെയും പോകണമെങ്കിൽ അതിൻ്റെ ഒരു പ്ലാനിങ് രീതിയിലാണ് പറയണത്. എന്നിട്ടും അടുത്തുള്ളത് എന്തുകൊണ്ട് ചെയ്യാത്ത തിരിച്ച് പ്രതീക്ഷിക്കാണ് സ്നേഹിക്കുന്നത് ചേർന്ന് പോകുമ്പോഴേ ചെയ്യണേ എന്നൊക്കെ ഉള്ള രീതിയിൽ പറയാം. അത് 1 വർഷത്തേക്ക് നീട്ടി കൊടുത്താൽ മതി. 2 വർഷം തീരുമ്പോൾ 1 മാസം മുമ്പ് വിസ നീട്ടി കിട്ടുകയാണെങ്കിൽ വേറെ സ്ഥലത്ത് ജോലി കിട്ടുകയാണെങ്കിൽ 1 വർഷത്തേക്ക് നീട്ടി കൊടുത്താൽ മതി. അല്ലാണ്ട് അധികം നാളോടെ നിൽക്കണ്ട. അപ്പോൾ 3 വർഷം നിൽക്കുകയാണെങ്കിലും 1.25 വർഷം നിൽക്കുകയാണെങ്കിലും 1.25 വർഷം നിൽക്കുകയാണെങ്കിലും 9 മാസം നിൽക്കുകയാണെങ്കിലും ജോലി ഇഷ്ടപ്പെട്ട 1 വർഷം നിൽക്കുകയാണെങ്കിലും 6 മാസം 6.5 മാസം നിൽക്കുകയാണെങ്കിലും 1.5 വർഷം നിൽക്കുകയാണെങ്കിലും എല്ലാം സെയിം ആ രീതിയിൽ പോണത്. ജോലി ചെയ്ത എനർജറ്റിക് വേയിൽ എങ്ങനെയാണ് പിടിച്ച് നിൽക്കുന്നത് തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സോഷ്യൽ വാക്കുകൾ പറയാണ്ട് ചെയ്യണതിലാണ് അർത്ഥം. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ പറഞ്ഞു ഇങ്ങനെ അവരായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ വേറെ ഭാഷക്കാരാണെങ്കിൽ വേറെ ഭാഷയിൽ സംസാരിക്കണമല്ലോ. ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും അറിയണ്ടെങ്കിൽ അതുപോലെ സംസാരിക്കാം.
അതുപോലെ വേറെ എന്തെങ്കിലും മുമ്പത്തെ 16 വർഷം മുമ്പത്തെ കാര്യം ഓർത്തിട്ട് കാര്യമില്ലല്ലോ. അന്ന് നമുക്ക് അധികം ഇംഗ്ലീഷ് ഫ്ലുവൻസി ഇല്ല. അകത്ത് ഇഷ്ടമില്ലാത്ത ജോലിയാണ്, കുറച്ച് സാലറിയാണ്, റെൻറ്റിന് വരെ കാശ് തികയാനുള്ള 250 പൗണ്ട് റെൻറ്റ് കൊടുക്കുമ്പോൾ 500 പൗണ്ട് സാലറി കിട്ടിയിട്ട് കാര്യമുണ്ട്. കോളേജിലേക്ക് പോകണം, യാത്ര ചെയ്യണം, അതിനൊക്കെ റെൻറ്റില്ല, അല്ല കാശില്ല. അതുപോലെ നമ്മൾ തന്നെ ആയിട്ട് വിട്ടു പോകുന്നതാണ് അവിടെ. ബാക്കിയുള്ളവരെക്കാളും ചേർന്ന് അങ്ങനെയാണെങ്കിലും നമ്മളായിട്ട് വിട്ടു പോകുന്നത് നമ്മൾക്ക് വേണ്ടി. നമുക്കാരോ അവൻ്റെ അനിയന്മാർ പറയും, ചേട്ടൻ അവിടെ നിന്ന് ഒരു എന്തിട്ട് അലമ്പ് ജോലിയാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നതല്ലേ എന്ന്, എന്നിട്ട് നിങ്ങളെ ബ്ലെയിം ചെയ്യുന്നതാന്ന് പറയും. അങ്ങനത്തെ ടൈപ്പില്ല. ഞാൻ ചിരിച്ച് കാണിച്ച് പ്ലസൻ്റായിട്ട് ജോലി ചെയ്താലും ഞാൻ ഉള്ളിൽ വെച്ച് ഇത് ഇങ്ങനെ നമ്മൾ നമ്മൾ കണക്ക് കൂട്ടല്ലോ എപ്പോൾ പോകണം, എന്തായിരിക്കും നമുക്ക് ജോലിയോട് ഇഷ്ടമില്ലെങ്കിൽ കാര്യമില്ല. ജോലിയോട് ഇഷ്ടമായിട്ട് പോകണത് വ്യത്യാസമുണ്ട്. 9 മാസം നിൽക്കുന്നതും 1.25 വർഷം നിൽക്കുന്നതും 1.25 വർഷം നിൽക്കുന്നതും ചിലപ്പോൾ നീട്ടി കൊടുക്കുകയാണെങ്കിൽ 1 വർഷം കൂട്ടി നിൽക്കുന്നതും അത് വ്യത്യാസമുണ്ട്. ചിലപ്പോൾ നമ്മൾ ജോലിയോട് നമുക്ക് ജോലി ഭാരം തോന്നുന്നുണ്ടെങ്കിലും പക്ഷെ നമുക്കിപ്പോൾ എന്തെങ്കിലും ലോഡിങ് എന്തെങ്കിലും ഷിഫ്റ്റിംഗ്, ജനറിക് നെയിം ലേബലിംഗ്, എന്തെങ്കിലും പാക്കിങ്, അതൊക്കെ നമുക്ക് ചിലപ്പോൾ ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പോകും. ചിലപ്പോൾ നമുക്ക് ഉള്ളിലൊരു ജോലി ഭാരം തോന്നുന്നുണ്ടെങ്കിലും ഇഷ്ടം തോന്നുന്ന ജോലിയോട് ചിലപ്പോൾ നമുക്കത് സംസാരിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എത്ര വർഷം കഴിഞ്ഞാണെങ്കിലും അത് നിൽക്കും. ഇപ്പോൾ ഈ ജോലിക്ക് 65 വർഷം കുറഞ്ഞതും 45 വയസ്സ് കുറഞ്ഞവർക്കും പോവാം, 55 വയസ്സ് കുറഞ്ഞവർക്കും. അപ്പോൾ ഏത് രീതിയിൽ നിൽക്കണം, ഏത് രീതിയിൽ ചെയ്യണം അനുസരിച്ചാണ് കാര്യങ്ങൾ. സേവിങ്സ് ഒന്നും നമ്മൾ നോക്കണില്ലേ, അതൊരു സേവിങ്സ് അക്കൗണ്ടിൽ എടുക്കണ്ടോ, ആവശ്യത്തിന് ഉപയോഗിക്കണ രീതിയാണ്, അതവിടെ കിടക്കട്ടെ. മരിച്ചു കഴിഞ്ഞാൽ ആരും ഇത് ഉപയോഗിക്കാൻ പോകണ്ട. വല്ല 6500 മന്ത്ലി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നോക്കണുള്ളൂ. ഞാൻ മിത്യവ്യയം പാലിച്ച് ജീവിക്കുന്നതാണ്. മിത്യവ്യയം പാലിച്ച് ജീവിക്കുമ്പോൾ ഫ്രുഗൽ ലിവിങ്ങിൽ പോണതാണ്, മെറ്റീരിയലിസ്റ്റിക് ഫിയർ ഇല്ല. മിത്യവ്യയം പാലിച്ച് ജീവിക്കുമ്പോൾ അധികം നമ്മൾ സേവിങ് ഉണ്ടോ എന്ന് നോക്കണല്ലേ. അത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാൻ പോകണല്ലോ. 112 വയസ്സ് വരെ ജീവിച്ചാലും 95 വയസ്സ് വരെ ജീവിച്ചാലും 85 വയസ്സ് വരെ ജീവിച്ചാലും മരിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പോകണല്ലോ. അത് ആവശ്യത്തിന് ഉപയോഗിക്കാം. അല്ല 6500 രൂപ അല്ലെങ്കിൽ 2500 രൂപ മാസം ഉപയോഗിക്കുന്നുണ്ടാവുള്ളൂ മന്ത്ലി ഇൻട്രസ്റ്റ് അനുസരിച്ച്. അവിടെ എല്ലാ സേവിങ്സും ഒരുമിച്ച് പോയിക്കില്ലല്ലോ. അപ്പം മിത്യവ്യയം പാലിച്ച് ജീവിക്കണ രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. 16 വർഷം അങ്ങനെയായിരുന്നു, അന്ന് എക്സ്പീരിയൻസ് ഇല്ലാണ്ട് പോയി എന്നല്ല പറയണത്. പുതിയ രീതിയിൽ 16 വർഷമായിട്ട് എന്തൊക്കെ എക്സ്പീരിയൻസ് കഴിഞ്ഞ് ചെറിയ ജോലി ചെയ്ത് ചെറിയ 16 വർഷമായിട്ട് എന്തൊക്കെ ചെറിയ ജോലിയൊക്കെ ചെയ്തു എക്സ്പീരിയൻസ് ഉണ്ടായി. അതിനനുസരിച്ച് എന്തൊക്കെ ചെയ്യണം ഇപ്പോൾ, അതനുസരിച്ച് ചെയ്യണ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇഷ്ടമുള്ളവരായിട്ട് ചേർന്ന് പോകുമ്പോഴാണ്, സംസാരിച്ച് വരുമ്പോഴാണ് അതിൽ വരുന്നത്. അവിടെ ഒറ്റാൾ ചെയ്തു അതിൽ വർക്ക് ചെയ്യണടുത്ത്, ടൈൽസം ജോലി ചെയ്യുന്നിടത്ത് ഇൻറ്റിമസി മസ്റ്റാന്ന് ആരും പറയണല്ലേ. സംസാര രീതിയിൽ ഒതുങ്ങുമെങ്കിൽ ചേർന്ന് പോകുന്നവരോടെ സംസാരിച്ച് കാര്യങ്ങൾ ചെയ്ത് പോവുകയാണെങ്കിൽ അത് നിലനിൽപ്പുണ്ടെങ്കിൽ ഓക്കെ ശരി. അവിടെ 1.5 ഇയേഴ്സ് വർക്ക് ചെയ്തു, 1.25 വർഷം വർക്ക് ചെയ്തു, അതിൽ ആരും കുറ്റം വിധിക്കണല്ലേ. അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. അത് കഴിഞ്ഞ് ബാംഗ്ലൂർ, അവിടെ നിന്ന് ഞാനിപ്പോൾ VFS ഗ്ലോബലിൽ പോയി HIV-യും ബയോമെട്രിക്കും വിസ സ്റ്റാമ്പിങ്ങിനും 14-15 ദിവസം കഴിഞ്ഞ് 2.5 ആഴ്ച കഴിഞ്ഞ് പോവുകയാണെങ്കിലും അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് ജെസിഎച്ചി ഷാജങ്ങളുടെ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് കയറണമെങ്കിൽ ഡെനിസങ്ങൾ പോയി അത് ചെയ്യുകയാണെങ്കിൽ പെറ്റാണെങ്കിൽ ക്ഷീണം ഇല്ലെങ്കിൽ സമയം അനുസരിച്ച് പോകാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട. പിന്നെ ഒരു ദിവസം വലിയപ്പനെ കണ്ട് പ്രാർത്ഥിച്ച് വരികയാണെങ്കിൽ അതും ചെയ്ത് വരികയാണെങ്കിൽ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല, എന്നിട്ടും പോവാം. അപ്പോൾ അതിൽ സംസാരിച്ച് നിൽക്കുന്ന രീതിയിലാണ് കാര്യം. പ്ലാനിങ്ങിൽ നമ്മൾ മുൻകൂട്ടി കാണുന്നതിലും എല്ലാ കാര്യം മുൻകൂട്ടി കാണുന്നതിലും അർത്ഥമുണ്ട്. മനസ്സിലാക്കി. പ്ലാനിങ് എന്നല്ല പറയേണ്ടത്, അതൊരു നമ്മൾ സെൽഫായിട്ട് എടുക്കണ ഒരു യാദൃശ്ചികമായ ഒരു രീതി. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ ആവശ്യമുള്ള പ്രഷറുകൾ ചോദിച്ചിട്ട് സംസാരിച്ച് അവർക്ക് പ്രഷർ പരിപ്പറും ചോറുണ്ടാക്കാൻ കഴിക്കാനും നമ്മൾ അവർക്കും കഴിക്കട്ടെ. അല്ലെങ്കിൽ ബീഫ് ബിരിയാണി 2 ദിവസം അവർക്ക് കഴിക്കണമെങ്കിൽ വേണ്ട, 2 ദിവസം അവധി കിട്ടണമെങ്കിൽ ഉണ്ടാക്കാം. അല്ലെങ്കിൽ അവരുടെ ഇംഗ്ലീഷ് ഫുഡും യൂറോപ്യൻ ഫുഡ് നമുക്ക് അഡ്ജസ്റ്റ് ആവുന്നതാണല്ലോ, അത് കഴിച്ച് ജീവിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് കഴിക്കണമെങ്കിൽ നമുക്ക് സോസേജ് ഫ്രിഡ്ജിൽ മേടിച്ച് വെക്കണമെങ്കിൽ, ഫ്രോസ്റ്റ് ഫുഡ് മേടിക്കണമെങ്കിലും ഫ്രോസൺ ഫുഡ് മേടിക്കണമെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ആ രീതിയിലാണ് പോണത്. ഓർക്കുക നമ്മുടെ ജോലിയൊക്കെ പോകും, ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ജോലിക്ക് ഉണ്ടാവും. ആ സമയത്തല്ല, അതിന് മുമ്പല്ല നമുക്ക് നമ്മുടെ വർക്ക് ഓഫറിനെ കുറിച്ച് വലിയ ബോധ്യമില്ല. അത് ഫേക്കാണോ എന്നല്ലാണ്ടിരിക്കുമ്പോഴാണ്, ആണെന്ന് അറിയാതിരിക്കുമ്പോഴല്ല ഓരോന്നും ഇൻറ്റിമസിയും ചെയ്യുന്നത്. അല്ലെങ്കിലും ഇൻസെക്യൂറായിട്ട് ആരും ചെയ്യൂല.
പിന്നെ ആരെന്താണെന്ന് അറിയാണ്ട് ആരെന്താ ചെയ്തതെന്ന് അറിയാണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞറിയിക്കാണ്ട് ആരും ചെയ്യില്ല. തമ്മിൽ വർത്താനം പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെയാണ് ഇൻസെക്യൂർ ഫീലിംഗ് ഇല്ലാണ്ട് ഭക്ഷണം കഴിക്കണ മുമ്പ്. ഭക്ഷണം കഴിച്ചിട്ടൊന്നും ആർക്കും അങ്ങനെ തോന്നില്ല. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ തോന്നില്ല. സെക്ഷൽ ഇൻറ്റിമസിയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും തോന്നില്ല. ഫുൾ ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യാം. അല്ലാണ്ട് നിനക്ക് മറ്റേത് ചെയ്യാൻ പേടി ധൈര്യം ഇല്ലല്ലോ, നിൻ്റെ തന്തയായിരുന്നു ഒട്ടി ചത്തുവിലെ കുടിച്ചിട്ട് കടിച്ചെന്ന് പറഞ്ഞിട്ട് പിടിച്ച് നിൽക്കാം. അതാണ് മണ്ടശിവനെ അരച്ചിട്ട് തമ്മിൽ കൊല്ലിച്ചിട്ട് വിഷമം വരുന്നുണ്ടല്ലോ നിനക്ക് ഓർമ്മിച്ച് നിൽക്കാൻ ആർട്ടിഫിഷ്യൽ മറിവ് വേണം അല്ലേ. സാധാരണ പോലെ ഓർത്ത് കാര്യങ്ങൾ ചെയ്താൽ കുഴപ്പമില്ല. ആർട്ടിഫിഷ്യൽ മറിവും തമ്മിൽ കൊല്ലിച്ച് ഡ്രഗ് അടിച്ച് നടന്നിട്ട് അത് പിടിച്ച് നിൽക്കലാവില്ല. പിടിച്ച് നിൽക്കലിൻ്റെ ഓപ്പോസിറ്റാണ്. ആൾക്കാരായിട്ടുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ്. ആൾക്കാരിതില്ലാത്തതാണ്. സോഷ്യലല്ല, മിസ്കമ്മ്യൂണിക്കേഷനാണ്. കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്ന് കുറേ നാൾ അസുഖം വന്ന് ചത്ത് കഴിഞ്ഞാൽ തമ്മിൽ കൊല്ലിച്ച പോലെയോ താങ്ക് യു എന്ന് പറയുമോ നിങ്ങൾ തമ്മിൽ കൊല്ലിച്ച് നടന്നവരോട്? അതാണ് ഹിന്ദുസ് മുസ്ലിംസും റോമൻ കാത്തലിക്സും തമ്മിൽ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കണ പോലെയല്ല. ജീവിതം ഇല്ലാണ്ടാക്കുന്നത് തമ്മിൽ പിടിച്ച് നിൽക്കാമെന്ന് പറയാൻ പറ്റില്ല. ഇൻസെക്യൂർ ഫീലിങ്ങിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടൊന്നുമല്ല കാര്യം ഇതൊക്കെ ചെയ്യേണ്ടത്. നമുക്ക് പുറത്ത് പോകാൻ അങ്ങനെ ഭക്ഷണം കഴിക്കാനൊന്നും തോന്നണില്ലെങ്കിൽ പിന്നെ ഒരു സമയത്ത് നമ്മൾ കണ്ടപ്പോഴും കണ്ട് മനസ്സ് ചെയ്തു സംസാരിച്ചു അങ്ങനെയാണ് വരുന്നത്. അല്ലാണ്ട് ഇൻസെക്യൂർ ഫീലിങ്ങിൽ ജോലി ഓഫറിൽ ഇത്തിരി ബോധ്യമില്ല, അത് ഫേക്കാണോ എന്നറിയില്ല, അപ്പോൾ നമ്മളൊന്നും ചെയ്യില്ല. അല്ലെങ്കിൽ ഒന്നും നമ്മൾ എന്തെങ്കിലും വർത്തമാനം പറയണതിൽ ശബ്ദം വരണില്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ ചോദിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് ഒന്ന് പറയണില്ലെങ്കിൽ അവിടെ ഒരു ഫിസിക്കൽ ഇൻറ്റിമസിയോ ഇൻസെക്യൂർ ആയിട്ടേ വരുള്ളൂ. ഫിസിക്കൽ ഇൻറ്റിമസിയോടെ ശരിക്കും ധൈര്യമായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ള ഇവിടെ തന്നെ നിലനിന്ന് പോണ പോലെ അങ്ങനെ വരില്ല. ഒരു കാര്യം സാധാരണ പോലെ ഡിസ്കസ് ചെയ്ത് പോകുമ്പോഴാണ് എല്ലാം അതുപോലെ നടക്കുന്നത്. എവിടെ ജോലി ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. ഇവിടെ ആണെങ്കിലും ഗുജറാത്ത് ആണെങ്കിലും യൂറോപ്യൻ കൺട്രി ആണെങ്കിലും ഗോവ ആണെങ്കിലും എവിടെയാണെങ്കിലും ഞാൻ പറയുന്നത് ഇവിടെ സാധാരണ പോലെ ഇങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾ ലെറ്ററായിട്ട് ശരിയല്ലോ, അതനുസരിച്ച് അവിടെ തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ അപ്പോൾ അതിന് സംസാരിക്കുക അതൊക്കെ എനിക്കറിയാം. നിങ്ങൾ ഗ്ലോറിയുടെ പോലെ സംസാരിക്കും. എനിക്ക് അമ്മയുടെ ആ മുഖത്തിൻ്റെ ഇതുള്ളതുകൊണ്ടാണ് ആ രീതിയിലുള്ള എന്താ പറയുക ബേബി ആൻറ്റി ആ രീതിയിലുള്ള മുഖം ഏതുകൊണ്ടാണ് എൻ്റെ രീതിയിൽ എന്നോട് ഇങ്ങനെ സംസാരിപ്പിക്കരുത്. നിങ്ങളുടെ രീതിയിൽ ചേഷ്ട കാണിക്കാണ്ട് നിങ്ങളുടെ സ്വന്തം രീതിയിൽ സംസാരിക്കുക. നിങ്ങൾ ഹിന്ദിക്കാരാണെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുക. എനിക്ക് ഹിന്ദിനെ കുറിച്ചൊരു വാലുമൂട് അറിയില്ല, മനസ്സിലാവണ്ട. അപ്പം നിങ്ങൾ ആരോട് ഹിന്ദുവും കൊണ്ട് കലർത്തിയിട്ട് പെണ്ണന്മാരും ശിഖണ്ഡികൾ ആരാധിക്കണവരും തമ്മിൽ പോലീസ് അടക്കുന്നതും ഒന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലായി? നിങ്ങൾ മുമ്പേ പറയണത് നിങ്ങളെ ഏൽപ്പിച്ചതാണ്. നിങ്ങൾ എന്നെ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അറിയണ കാര്യം നിങ്ങൾ എൻ്റെ മുഖം വാക്കാലെ പറയണം. നിങ്ങളെ ഏൽപ്പിച്ചതാണ്, അതിനനുസരിച്ച് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടണം. ഞാൻ നിങ്ങളെ തിരിച്ച് ഇഷ്ടപ്പെടേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ വായിൽ വരും ഇൻസെക്യൂർ ഫീലിംഗ്. ബാക്കിയും ഇത് ഈ അയയിലെ പറഞ്ഞ പോലെ നിങ്ങൾ എത്ര തരണില്ല, അപ്പോൾ അതിനുള്ള സംസാരം വരും. അത് ബോധത്തോടെ സംസാരിക്കണം. സാധാ രീതിയിൽ ഇപ്പോൾ പോയിക്കണേ ജോലിക്ക് ഇഷ്ടപ്പെടാൻ അങ്ങനെ നിങ്ങൾ ഫ്രോഡാണോ അങ്ങനെയാണോ സംസാരിക്കുന്നത്? അല്ല, കുടിച്ചിട്ട് തമ്മിൽ കൊല്ലിക്കണ പോലെ അത് പിടിച്ചിക്കലാവില്ലേ. നിങ്ങൾ തമ്മിൽ കൊല്ലിച്ചിട്ട് ആദ്യത്തെ ഞാൻ പ്രേരിപ്പിച്ചിട്ട് ഡ്രഗ്സ് പേടിയാണ്, ക്ഷീണമാണ്, ആർട്ടിഫിഷ്യൽ മറിവുണ്ടെന്ന് വെച്ചിട്ട് ഹിന്ദി രീതിയിൽ ചിന്തിക്കണേ. ഹിന്ദിനെ കുറിച്ച് എനിക്കൊരു വാലുമൂട് അറിയില്ല. പിന്നെ കാടുകൂടെ പറഞ്ഞ് എനിക്ക് മനസ്സിലാവണേ, അതനുസരിച്ചുള്ളത് പറഞ്ഞത്. എൻ്റെ ഈ മുഖത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത്. അത് ഗ്ലോറി അല്ല. ഗ്ലോറിയയുടെ മുഖത്തിന് ഹിന്ദി പറയണം, ആ രീതിയിൽ ഇംഗ്ലീഷ് ആ രീതിയിൽ സംസാരിക്കും. എൻ്റെ മുഖം ചേച്ചി ആ രീതിയിൽ എനിക്ക് ആ ലക്കനുസരിച്ച് അതനുസരിച്ച് കണക്ഷൻ എവിടെയാണ് താമസിച്ചാണെങ്കിലും എവിടെയാണെങ്കിലും എൻ്റെ സ്ഥലത്തിൻ്റെ വെണ്ടൂരും എല്ലാം കണക്ഷൻ മാമിയും ജെസ്സിയും ബാക്കിയുള്ള അങ്ങനത്തെ മുഖങ്ങളെ എല്ലാ രീതി ജസ്റ്റിൻ ബീബറിൻ്റെ എല്ലാ മുഖത്തിൻ്റെ ആ മുഖത്തിൻ്റെ തിരശ്ശീല ആ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ബേബി ആൻറ്റി ആ രീതിയിലുള്ള എവിടെ കണക്ഷൻ നമ്മൾ എവിടെ എന്തെങ്കിലും അറിയാൻ വേണ്ടി ഷീമയിലാണ് ഏതൊക്കെ നമ്മൾ നോക്കണ്ടൊക്കെ ആ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അതിനനുസരിച്ച് എക്സ്പീരിയൻസ് ഞാൻ സംസാരിക്കുന്നത്. എനിക്കറിയാം എവിടെ ജോലി ചെയ്യാൻ ആരോട് എന്ത് പറയണം, എന്ത് പറഞ്ഞാലും അത് വരാത്തത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. സാധാ പോലെ സംസാരിച്ചത് മതി. സംസാരിച്ചതിൻ്റെ കുറിച്ച് വേറെ 1.5 വർഷം 9 മാസം അനുസരിച്ച് ഉണ്ടാവണമെങ്കിൽ ഉണ്ടായി. ബാക്കി ജോലി ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്താൽ കുഴപ്പമില്ല. അത് ജോലിയിൽ പോകുന്ന ചെയ്താൽ കുഴപ്പമില്ല. ഗുജറാത്ത് ആണെങ്കിലും ഗോവയാണെങ്കിൽ എവിടെയാണെങ്കിലും ഞാൻ പറയുന്നത് ഇത്ര 1.5 ലക്ഷം പറഞ്ഞ് നിങ്ങൾ പറ്റിക്കുന്നതല്ലാതെ അപ്പം മനസ്സിലാവും. 1.5 ലക്ഷം പറഞ്ഞാൽ 1 രൂപയല്ല. അത് കൊടുത്തു കഴിഞ്ഞിട്ട് പറയണ്ട അവിടെ നിന്നിട്ട് നിങ്ങൾ കൊണ്ടുവരാൻ ആരും വന്നില്ലല്ലോ, ഇത് റോങ് വർക്ക് ഓഫർ ശരിയല്ല, നിങ്ങളുള്ള കാര്യം സംസാരിക്കണ്ടേ? അതാണ് എനിക്ക് പറയാണ്ടിരിക്കേണ്ട കാര്യമുള്ളൂ.
അപ്പോൾ ആ വർക്ക് ഓഫർ എനിക്ക് അവിടെ പോലീസ് നേരെ ഉച്ചയ്ക്ക് എന്നിട്ട് രാത്രി ആയിട്ടും അടുത്ത ദിവസം രാവിലെ ആയിട്ടും ആരും കൊണ്ടുവരാൻ വന്നിട്ടില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലാവും. പിന്നെ ഇവിടുത്തെ കഥകളും ബ്ലോക്ക് ആക്കിയ വാട്സാപ്പ് നമ്പറും ഗൾഫ് എല്ലാ നമ്പറും ഞാൻ അവിടെ കൊടുത്തിട്ട് അവർ വിളിക്കാത്തതും തിരിച്ചയക്കാൻ പറ്റാത്തതും അവിടെ അക്കൗണ്ട് നമ്പർ കൂടി തുറക്കണം. കമ്പനിയിൽ ചെല്ലണം പുതിയ അക്കൗണ്ട് നമ്പർ, ഫോറിൻ അക്കൗണ്ട് തുറക്കണം. എന്നാലും അവിടേക്ക് കാശ് നിങ്ങൾക്ക് തിരിച്ചയക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ടിക്കറ്റ് മേടിച്ച് അവിടുത്തെ കാശ് ഓൺലൈൻ മൊബൈൽ ചെയ്തിട്ട് വേറെ ടിക്കറ്റ് മേടിച്ച് നേരെ അടുത്ത ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഇന്ത്യക്ക് തിരിച്ച് പറക്കേണ്ടി വരും. അപ്പോൾ അത് പറഞ്ഞ് 1 രൂപ കൊടുത്തിട്ടല്ല അങ്ങോട്ട് പോണത്. അപ്പോൾ 1.5 ലക്ഷം എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ നിങ്ങൾ പറ്റിക്കണമെന്ന് ആഗ്രഹിക്കണമെന്നല്ല പറയാനുള്ളൂ. ഇവിടെ വല്ല ഗുജറാത്ത് ഗോവയിൽ വല്ല ജോലി ചെയ്യണമെങ്കിൽ വിസ കൊടുക്കേണ്ട കാര്യമില്ല. ഇത്ര അധികം കാശ് കൊടുക്കണം. ജസ്റ്റ് വില 1000 വില ഫ്രീ ട്രെയിൻ അല്ല 1000 റുപ്പീസാണ്. അതിനുള്ള പെട്ടെന്ന് പോയി വന്ന് ബാക്കി കാര്യങ്ങൾ 28,000 കിട്ടി 2 വർഷത്തിനുള്ള 6 ലക്ഷം അല്ലെങ്കിൽ 7 ലക്ഷം കയ്യിലിരിക്കും. അപ്പോൾ അത് പറഞ്ഞേ ഉള്ള കാര്യം എവിടെ ജോലി ചെയ്യണമെങ്കിൽ അതുപോലെ ചെയ്യണ രീതി പറയണേ. നിങ്ങളുള്ള കാര്യങ്ങളോട് സംസാരിക്കണം. ഉള്ള കാര്യം എനിക്ക് അറിയണ പോലെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നീങ്ങുന്നത്. നിങ്ങൾ ഓരോ മറച്ച് പിടിച്ചിട്ട് എന്താ കാര്യം? ധൈര്യം ഉണ്ടായി സംസാരിക്കണം, അതുപോലെ സംസാരിക്കും. ഞാൻ ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ട് എനിക്ക് ക്ഷീണമുണ്ട്, മറവിയുണ്ട്, ഞാൻ തമ്മിൽ കുടിച്ച് റക്കടിപ്പിച്ച് കൊല്ലിക്കുന്നതല്ല. അപ്പത്തെ ഞാൻ 2-3 വർഷത്തിനുള്ളിൽ കിഡ്നി ഡിസീസ് ആയിട്ട് വന്ന് ചത്തു കഴിഞ്ഞാൽ നിങ്ങൾ പിടിച്ച് നിന്നാ നിങ്ങൾ ഇതാണ് പിടിച്ചിരിക്കാന്ന് പറഞ്ഞാൽ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കുക, ബോധമില്ലാണ്ട് ധൈര്യമായിട്ട് ചാവുക. ആൾക്കാർക്ക് ഇതുള്ളത് നല്ലതല്ല. ആൾക്കാർക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ്, സോഷ്യലിൻ്റെ ഓപ്പോസിറ്റ് മിസ്കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അതുകൊണ്ട് നടന്നിട്ട് നിങ്ങൾ ജോലിയിൽ വന്നിട്ട് 2 വർഷത്തിനുള്ളിൽ വന്നിട്ട് അടുത്ത 3 വർഷത്തിനുള്ളിൽ ലിവർ ഡിസീസ് വന്നു. ഇതാണ് പറഞ്ഞ പിടിച്ച് നിൽക്കാന്ന് പറഞ്ഞ നീ പറയാത്. ഇത്രയ്ക്കും ബോധമില്ലട വെട്ടി. വല്ല ഹിന്ദി കുട്ടികളുള്ളത് പറയോ? മലയാളം അറിയാത്തവർ പുതിയതിനല്ല അറിയാം അവർക്ക്. ഹിന്ദി മലയാളം മിക്സ്, മലയാളം പാൻപരാഗം ഹിന്ദി കുടിക്കുക കഴിഞ്ഞ് കണ്ടിട്ട് കുടിച്ചിട്ടൊക്കെ അടിച്ചാണ് ബോധമില്ലാണ്ട് കുറേ കുടിക്കും, ഡ്രഗ്സും കൂടെ അടിച്ചു. ശരി, ഓക്കെ, ദിസ് ഇസ് മീൻസ് കന്നാബിസും അടിച്ചു. ഇതിനെ പറയണത് നിങ്ങളുടെ തന്ത ചത്തത് കുടിച്ചിട്ട് അടിച്ചെന്ന് അല്ലേ? അപ്പോൾ അതാണ് ധൈര്യം. നിങ്ങളുടെ ഭാര്യ വിചാരിക്കുന്നത് ധൈര്യം എന്നല്ലേ? അപ്പോൾ ഇതന്നെ ധൈര്യം. നിങ്ങൾ ഇതുപോലെ തുടർന്നോ, ഡ്രഗ് അടിച്ച് നടന്നോ, ഇതിൽ കുടിച്ചിട്ട് അടിച്ച് ബോധമില്ലാണ്ട് തമ്മിൽ കൊല്ലിച്ച് ഇതാണ് നീ ഹോസ്പിറ്റലായാ ഗുഡ്. അപ്പോൾ കൂട്ടുകാരോട് പറയാം, നീ എന്നെ കുറെ കുടിപ്പിച്ച് ഡ്രഗ് അടിച്ച് നടന്നു, ഞാൻ കുറെ പിടിച്ച് നിന്നു എന്നാണോ നീ പറയാം? ഞാൻ ഇങ്ങനെ പറയാം, നീ എന്നെ കുറെ കുടിപ്പിച്ചിട്ട് അകടിച്ച് നടന്നു, പെർഫെക്റ്റ് ആയിട്ട് വന്നെ. നീ എനിക്ക് എന്നെ കുറെ കുടിപ്പിച്ചിട്ട് അകടിച്ച് നടന്നു, ഞാൻ പിടിച്ച് നിന്നു, ഞാൻ 2 ദിവസത്തോളം ചാവാൻ പോവാ. താങ്ക് യു കൂട്ടുകാരാ. താങ്ക് യു ഗുഡ്, നല്ലത് വരട്ടെ, നീ നന്നായിട്ട് പിടിച്ച് നിന്നു, തമ്മിൽ കൊല്ലിച്ചിറക്കി. ഇതാണ് പിടിച്ച് നിൽക്കാന്ന് പറഞ്ഞ അല്ലേ? വല്ല പെണ്ണുങ്ങളത് പറയും ബോധമില്ലാത്തൊരു ഹിന്ദി കുട്ടികളെ പറയും. ഹിന്ദു മുസ്ലിം റോമൻ കാത്തലിക് എന്ന് പറയുന്നത് തെറ്റാണ്, ക്രിസ്ത്യാനിറ്റിയുടെ വിപരീതം എന്ന് പറയുമ്പോൾ നീ അത് പറയും. അവര് ഒരു ബോധമില്ലാത്ത എടാ വാട്സാപ്പിൽ പറഞ്ഞു തോന്നി എനിക്ക് പറയേണ്ട കാര്യമില്ല. ഇത് കുറച്ച് ഇതിനുള്ള റെക്കോർഡ് തീർന്നു. 5 ദിവസം കഴിഞ്ഞ് കാശ് അയക്കാൻ പോകുമ്പോൾ എനിക്ക് അതിന് തലേദിവസം വെച്ച് അറിഞ്ഞാൽ മതി, എന്താ അത് മനസ്സിലാക്കി മതി. ഇങ്ങനെയൊന്നും ഞാൻ ചോദിക്കണല്ലേ? അപ്പോൾ പരിചയമുള്ളവരോട് സംസാരിക്കണം, അറിയണ പോലെ സംസാരിക്കണമെന്ന് മനസ്സിലാക്കാനുള്ള ബോധമല്ലേ? അടുത്ത് വന്ന് കൂടെ ഇരിക്കുമ്പോഴാണോ അങ്ങനെ വരുന്നത്? അതൊന്നുള്ള ബോധമൊന്നും ഇല്ലേ? നീ ഉള്ള കാര്യം നീയാണ് ഇത് ഏൽപ്പിച്ചേക്കണേ എന്നോട് പറയാണ്ട് ഞാൻ എങ്ങനെ അറിയണേ? ഞാൻ അറിയുന്നു വിചാരിച്ചോ? എനിക്കറിയാം, മനസ്സിലാക്കാൻ എനിക്കൊരു ഇതുണ്ട്. എനിക്ക് മുന്നോടിയായിട്ട് എന്താ നടക്കാൻ പോണെന്നും അല്ലെങ്കിൽ എന്താ മുന്നോടിയായിട്ട് ആരെന്താ ചെയ്തതെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നീ വന്ന് സംസാരിക്കണം. അല്ലെങ്കിൽ ഞാൻ പറയും അത് ഇങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അവിടെ ചെന്ന് എന്തെങ്കിലും ഗുജറാത്താണെങ്കിൽ ഗോവയാണെങ്കിൽ എവിടെയാണെങ്കിൽ ശരിക്കും കാര്യങ്ങൾ ചെയ്യും. യൂറോപ്യൻ കൺട്രി എവിടെ ചെയ്യും. നീ പറഞ്ഞാൽ അവിടെ എത്തിയാണെങ്കിൽ പറയും ഇത് തെറ്റാണ്, നിങ്ങൾ ഉള്ള കാര്യം സംസാരിച്ചിട്ടില്ലേ? അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്ത് ഫ്രോഡ് സ്കാം ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ജോബ് ഓഫർ തന്നത് വാലിഡ് അല്ലെങ്കിൽ അവർ പറയും ഉച്ചയ്ക്കും രാത്രിയും അടുത്ത ദിവസം രാവിലെ ആയിട്ട് നിങ്ങൾ എയർപോർട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്, ആരും കൊണ്ടുവരാൻ വന്നിട്ടില്ലല്ലോ, പോലീസ് സ്റ്റേഷനിലൊന്നും ഇരിക്കും, നോട്ടെ ചോദ്യം ചെയ്യട്ടെ ആര് എന്ത് കാരണം അത് ചോദിച്ചിട്ട് ഡിസ്കണക്ട് ചെയ്യണ ഫോണിൽ നമ്മൾ വിളിക്കാൻ പറ്റില്ലേ? പ്രത്യേകിച്ച് ഫോറിൻ കൺട്രിയിൽ നിന്ന് വേറെ ഫോറിൻ കൺട്രിക്ക് വിളിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ബ്ലോക്ക് ആക്കിയാലും എന്തുണ്ടായാണെങ്കിലും അതുണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അതുണ്ടായി കഴിഞ്ഞാൽ അക്കൗണ്ട് കൂടി തുറന്നിട്ടില്ലേ, കമ്പനിയിൽ ചെന്ന് കാര്യങ്ങൾ ചെയ്ത് സംസാരിക്കാൻ എന്തെങ്കിലും ചെയ്യാം. പക്ഷെ അതിന് മുമ്പ് എയർപോർട്ടിൽ എത്തിയിട്ടുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുന്ന ബോധമല്ലേ? അതിൻ്റെ പോലീസ് സ്റ്റേഷനിൽ വന്ന് വിശകലനം ചെയ്യേണ്ടി വന്നു. അപ്പോൾ അവർ 5 ദിവസത്തിനുള്ള നിങ്ങൾ ഇവിടെ പോകേണ്ടി വരും അല്ലെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ? 5 ദിവസത്തിനുള്ളിൽ നമ്മൾ ഓൺലൈൻ വേണമെങ്കിൽ അക്കൗണ്ട് തുറന്നില്ലെങ്കിലും ഇവിടുന്ന് അക്കൗണ്ട് കാര്യങ്ങൾ ചെയ്ത് കറൻസി മാറ്റിയിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് തിരിച്ച് പോരാ. അതാണ് വേണ്ടത്. കാശ് പത്രം കൊടുത്തിട്ടാ അത് നിങ്ങൾ പറ്റിക്കണല്ലോ. 1.5 ലക്ഷം തന്നെയാണോ? 1 രൂപ 1 രൂപ നിങ്ങൾ വേറെ ആരും മാനത്ത് കണ്ടു ഉള്ള കാര്യം സംസാരിക്കണല്ലേ? മാമും ചാക്കോവും വൃത്തികെട്ട ഇഗ്നേഷ്യസ് ആണെങ്കിൽ കുരുട്ട് മോന്ത അവർ ജനിച്ചോട്ട് അങ്ങനെയാണോ? അല്ല, അവർ മുസ്ലിംസ് ആണ്, ക്രിസ്ത്യാനിറ്റി അല്ല. പാതിരികളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെക്ക് ചെയ്തിട്ട് വിപരീതം ചെയ്ത് അവരുടെ കഷ്ടത്തിൽ ഫോട്ടോ എടുത്തിട്ട് ഇംഗ്ലീഷ് മാത്സ് എക്സാം എഴുതി അവർക്ക് മാർക്ക് മേടിക്കണവരാണ്.
എനിക്ക് ഇംഗ്ലീഷ് മാത്സ് അസംബ്ലി 0 മാർക്ക് തൊട്ട് മാർക്ക് തുടങ്ങണേ. അവർക്ക് 96 മാർക്ക് 82 മാർക്ക് ഇട്ടിട്ട് കുടിച്ചിൽ നടക്കുന്നതും കുട്ടഴിച്ച് കുരുട്ട് മോന്തയിലൂടെ വരുന്നത്. വല്ല കാര്യങ്ങളുണ്ട് ജയിൽ വേറെ കുടിച്ചിൽ കിടന്ന് വേറെ എന്തെങ്കിലും മക്കളുണ്ടാവണ പോലെ അല്ല അത്. ഇത് തിരിച്ച് പ്രശ്നമാണ് പങ്കുവയ്ക്കാൻ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ അത് പറഞ്ഞു. നീ വീണ്ടും കുരുട്ട് മോന്ത മുസ്ലിം ഹിന്ദു റാമകാത്തിലേക്ക് നിങ്ങളിവിടെ 3 വർഷം വന്ന തലേദിവസം തൊട്ട് കുടിച്ച് നടന്നവരല്ലേ പറയണേ. മാമുക്കോയകളെ വീട്ടിലത്തെ അനിയന്മാരെ 3ാമത് ജനിച്ച അനിയന്മാര് ആത്മഹത്യ ചെയ്തവരും ഡ്രഗ് അടിച്ച് ബോധനാണ് കിടക്കണവരും കുരുട്ട് മോന്ത കൂട്ടിയും കഴിച്ച് കുറെ അനിയന്മാരാണ് എല്ലാവരും. എൻ്റെ മമ്മിയുടെ തന്ത ഒരു അനിയനാണ്, 3ാമത് ജനിച്ചൊരു അനിയനാണ്. എൻ്റെ മമ്മിയുടെ അനിയൻ ഒരു 3ാമത് ജനിച്ചൊരു അനിയനാണ്. മമ്മിയുടെ മാപ്പിള ഭർത്താവ് ഒരു 3ാമത് ജനിച്ച അനിയനാണ്. അതാണ് 1ാമത് എന്ന് പറഞ്ഞത്. 1ാമത് കുടിച്ചിട്ട് കിടക്കണം ഇത്ര നിർബന്ധം. അതാണ് ആൾക്കാർക്ക് ഇതുള്ളത്. ആൾക്കാർക്ക് ഞാൻ പറയാം 1ാമത് ജനിച്ച് പെർഫെക്റ്റ് വന്നു. നീ ആർട്ടിഫിഷ്യന്മാർ കുടിച്ചിട്ടാ കടിച്ച് നടന്നു. ഞാൻ 2 വർഷം ജോലി ചെയ്തു, 3 വർഷത്തിൻ്റെ ഉള്ളിൽ കിടപ്പിലായി. എനിക്ക് സംസാര രീതിയില്ല, ബോഡി ലാംഗ്വേജ് ഇല്ല. അപ്പൊ ഞാൻ പറയാം 3 വർഷത്തിനുള്ളിൽ കിടപ്പിലായി. അപ്പൊ കിടപ്പിലാക്കി ശരി ശാവാറായി ഇവിടെ നിന്നിട്ട് കൃത്രിമം കാണിക്കും, വേറെ കൃത്രിമം കാണിക്കും. താങ്ക് യു കൂട്ടുകാർ, ഞാൻ കുടിപ്പിച്ച് ഡ്രഗ് അടിപ്പിച്ച് എല്ലാ വൃത്തികളും ചെയ്യിപ്പിച്ച് ബോധം ഇല്ലാണ്ടൊക്കെ കുറെ കാര്യം വൃത്തിത്തം ചെയ്ത് ഡ്രഗ് അടിച്ച് അത് പിടിച്ച് അപ്പൊ പിടിച്ചു നിന്നില്ലേ? പിടിച്ചു നിന്നു. 3 വർഷത്തിനുള്ള 28 വർഷം 30 40 വർഷമായിട്ട് ഞാൻ ചാവാറായി. നീ കുറെ പിടിച്ചു നിന്നിപ്പിച്ചു തന്നു എനിക്ക്. ആൾക്കാർക്ക് ഇതില്ലാണ്ട് അതിന്റെ അതാണ് ആൾക്കാർക്ക് ഇതുള്ളത് ഓപ്പോസിറ്റ്. സോഷ്യൽ അല്ല, അതിന്റെ മിസ്കമ്മ്യൂണിക്കേഷൻ ആണ്. ഇതൊക്കെയാണ് ശരി. അപ്പൊ നീ ശരിക്കും ഞാൻ കുടിച്ചിട്ട് ബെഡിൽ കിടന്നിട്ടാണ് പറയണേ. ബാക്കി 25 കിലോമീറ്റർ നടക്കുകയാണെങ്കിലും എന്താണെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടല്ലേ അവിടെ പറയണേ. എന്നിട്ടും എനിക്ക് 1/2 മണിക്കൂർ കിടന്നുറങ്ങിയാൽ മതി. ബെഡിൽ എപ്പോഴും കിടന്നുറങ്ങേണ്ട കാര്യത്തിലേക്ക് പറയേണ്ടത് പറയും. നീ എന്തിനാണ് വേറെ വിഡ്ഢികളെ സ്വപ്നമാണ്? നിന്റെ ഹോസ്റ്റലിൽ നിന്റെ കൂടെ വല്ല വിഡ്ഢികളുണ്ടായിരുന്നെങ്കിൽ അതാണോ ഞാൻ? വല്ല മുസ്ലിമിന് കോഴിക്കോടുള്ള വയനാടുള്ള എല്ലാവരും ഉണ്ടായിരുന്നു, എരന്നൂട്ടി വാങ്ങിയവര്. അവരാണോ ഞാൻ? തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ വയനാട്ടിലത്തെ വാണ്ടൂറാണോ? അല്ലെ അവരെ ഇവനെ കോപ്പി ചെയ്തേക്കാം. ഇക്ബാലിനാണോ നിങ്ങളുടെ പേര്? ഇവനെ കോപ്പി ചെയ്തേക്കാം. ഇവന് 5 അടി 6 ഇഞ്ച് ഉണ്ട്. അവൻ ഭയങ്കര ഇതാണ്. ഇവരെ മുന്നിനെ കുറിച്ച് ആരും പറയണ്ട, പിന്നെ ശരിക്കുള്ള കാര്യം പറയണ്ട, കോപ്പി ചെയ്യാം. എന്നിട്ട് പറഞ്ഞു നടന്നിട്ട് ഇവനെ കോപ്പി ചെയ്യാം. ഇക്ബാൽ ഇസ് വെരി ഗുഡ്. മുഹമ്മദിന്റെ പിൻഗാമി കളർ കുടിച്ച് തകർച്ചടക്കുന്നുണ്ട്. എനിക്ക് കുറെ നാൾ കഴിഞ്ഞാൽ ചാവും. അതാണ് പിടിച്ചു നിൽക്കാന്ന് പറഞ്ഞത്. ഒരു ബോധമില്ല. എടി ഉള്ള കാര്യം ചെയ്യണല്ലേ, നിങ്ങളിപ്പോൾ ഉള്ള കാര്യം പറയണല്ലേ. അതാണ് കുരുട്ട് കുരുട്ട് കുടിച്ച് തകർച്ചിരുന്ന അനിയന്മാര് എൻ്റെ പ്രൊഫൈലിൽ കൊണ്ടുവച്ചാൽ അവരാവോ? 78 വയസ്സ് 68 വയസ്സുകൊണ്ട് മോന്ത എല്ലായിടത്തും ഫോട്ടോ കൊണ്ടുവച്ചേ. കുരുട്ട് മോന്തയുള്ള മാമുക്കോ എന്തെങ്കിലും കൊണ്ടുവച്ചോ നീ? എന്തെങ്കിലും ആ മുഖത്തിനുള്ള സാദൃശ്യമാണ് വരുന്നത്. ചെറുപ്പത്തിൽ മുതലുള്ള ആ കുരുട്ട് മോന്ത അതുപോലെ ഇരിക്കുന്നുണ്ട്. സന്തോഷ് പണ്ഡിത്ത് ഫേക്ക് പേര്. ആ മോന്ത ഇങ്ങനെ ഉറക്കം തൂങ്ങിയ മോന്തയാണ്. ആ മുഖം എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കും. ഇതിൽ കാണിക്കാൻ പറ്റില്ലേ? ഇങ്ങനെ ഒരു എക്സ്പ്രസ് പ്രസൻസ് രീതിയിൽ വരണ രീതി അറിയില്ലേ? എടാ നീക്ക് അറിയണ കാര്യം എനിക്ക് എനിക്കൊരു ഉൾക്കാഴ്ച ഉണ്ട്. പക്ഷെ നീ ഉള്ള കാര്യം വാക്കാല് പറയണം. എന്നാലും അത് ഇൻസെക്യൂർ അല്ല. അത് നീ അപ്പം സംസാരിക്കും അത് തെറ്റാണ്. നീ വീണ്ടും അത് വേറെ രീതിയിൽ പറയണേ. നിനക്ക് അറിയണ കാര്യം നീ ഏൽപ്പിച്ചിട്ടുണ്ടാകും. അതുപോലെയല്ല പറയണേ. നീ പറഞ്ഞ അത് ഇപ്പോൾ തെറ്റാണോ, നിന്റെ ശ്രദ്ധ അത് തെറ്റാണോ ഇതാണോ ഫേക്ക് ആണോ നോക്കിക്കോളോട്ടോ, അത് ശ്രദ്ധിച്ചോളോ. പിന്നെ എങ്ങനെയാണ് ഞാൻ നിന്നെ ഇഷ്ടപ്പെടാൻ പോണേ? നീ പറയുന്നത് ഉള്ള കാര്യം ഏൽപ്പിച്ച് സംസാരിക്കാണ്ട് അതുപോലെ സ്മൂത്തായിട്ട് നടക്കുന്നല്ലാണ്ട് നീ വേറെ എന്തൊക്കെയാ പറയണേ? അപ്പൊ ഉള്ള കാര്യം സംസാരിക്കാൻ പഠിക്കുക. അല്ലാണ്ട് പാസ്റ്റും ഫ്യൂച്ചറല്ല, പ്രസന്റ് ഇതുപോലെ നടക്കുമ്പോൾ ആ രീതിയിൽ പറയും. അപ്പിക്കാട്ട് നിങ്ങൾ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ പറയും. അതുകൊണ്ട് അത് പറയല്ലേ, സാധാരണ ഇങ്ങനെ സംസാരിച്ച് പോകുമ്പോഴാണ് അങ്ങനത്തെ കാര്യങ്ങൾ നടക്കുക. അത് നടന്നില്ലെങ്കിൽ നടന്നില്ല. ചെയ്യേണ്ട ജോലി സെക്യൂരിറ്റി ചെയ്യില്ല. കാര്യങ്ങൾ വേറെ രീതിയിൽ എവിടെയും നമ്മൾ വേറെ സംസാരിച്ച് 2 വർഷം കഴിഞ്ഞ് 1.25 വർഷം കഴിഞ്ഞിട്ട് 1 വർഷം 9 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 1.5-3 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വരണിട്ട് ബാക്കി കാര്യം സംസാരിക്കുന്ന രീതി പറയണേ. അല്ലെങ്കിൽ ഗുജറാത്ത് ഗോവയിൽ നടക്കുമ്പോൾ അവിടുത്തെ ജോലി അതനുസരിച്ച് സംസാരിക്കും. അവിടുത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രി ആണെങ്കിൽ അങ്ങനെ സംസാരിക്കും. ഏത് രീതിയിലാണ് ജോലി സ്ഥലത്ത് എവിടെ എല്ലാ സ്ഥലത്തും സെയിം പോലെയല്ലേ? വെളുത്ത പ്രകാശം ചേർന്ന ഓറഞ്ചിഷ് ഇതാണെങ്കിലും ഡാർക്ക് അറ്റ്മോസ്ഫിയർ ആണെങ്കിലും ജോലി സ്ഥലത്ത് സംസാരിക്കുന്ന രീതി ഏത് ഇതുണ്ടായാലും സഹകരിച്ച് കൊണ്ട് ആ രീതി തന്നെ പോണത്. അത് അങ്ങനെ നടന്നോളും. ഞാൻ പറയുന്നത് ഇത് ഫേക്ക് ആയിരുന്നാൽ ഞാൻ അവിടെ സിനിമ തിരിച്ചു വരേണ്ടി വന്നു കഴിഞ്ഞാൽ, ഒരു ദിവസത്തിനുള്ളിൽ തിരിച്ചു വരേണ്ടി വന്നു കഴിഞ്ഞാൽ ആ ചോദിച്ച് മനസ്സിലാക്കേണ്ടത് നല്ലതാണ്. നിങ്ങൾ ഉള്ള കാര്യം ഏൽപ്പിച്ച് നിങ്ങൾ തുറന്ന് സംസാരിക്കണല്ലേ.
നിങ്ങളെ ചെടുങ്ങൾക്ക് വലിയ ബോധം ഇങ്ങനെ ബുദ്ധിച്ച് വരണല്ലോ. അവരെ വരെ മന്ദബുദ്ധികളാക്കും. ഹിന്ദിക്കാർക്ക് മലയാളം അറിയില്ല, അവരെ വരെ ഇങ്ങോട്ട് മന്ദബുദ്ധികളാക്കും. മലയാളി പാൻപാരാഗ് പണ്ടുണ്ടായിരുന്നു, ഹിന്ദി കുട്ടികളുണ്ടായിരുന്നു. എനിക്കാണ് ഹിന്ദി എന്ന് പറഞ്ഞാൽ ഒരു കോണം മനസ്സിലാവില്ല. ഞാൻ ഉണ്ടാക്കിയ സംസാരിക്കണം ഹിന്ദി. ഞാൻ എങ്ങനെ സംസാരിക്കണം എന്നറിയോ? ഞാൻ ഈ ഹിന്ദി വീട്ടിലും സംസാരിക്കണല്ലേ. അപ്പം എനിക്കിങ്ങനെ കേട്ട ഒരു ഇതിലുണ്ടോ, ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാം, ഇങ്ങനെ അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് അത് കേട്ട് പറയുന്നതാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് സംസാരിച്ച രീതി ശീലമല്ലേ അത്. അപ്പോൾ നിങ്ങൾ ഹിന്ദി, ഹിന്ദുസ്, പെണ്ണൻ അങ്ങനത്തെ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ശിഖണ്ഡികൾ ആരൊക്കെയാണ് പറഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് അതിനെ കുറിച്ച് മനസ്സിലാവണേ? അങ്ങനെയാണ് ഞാൻ ഇങ്ങനത്തെ വാക്കുകൾ വീട്ടുകാരെ കുറിച്ചും. ക്രിസ്ത്യാനിറ്റിയിൽ പെണ്ണനും കുണ്ണനൊന്നും ഇല്ല. അങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെയും വീട്ടുകാരെ കുറിച്ചും കൂട്ടുകാർ അവിടെയും, അത് ക്രിസ്ത്യൻ സ്ഥാപനം അവിടെയും വീട്ടുകാർ എവിടെയെങ്കിലും അടുത്തുള്ളവർ ആരുണ്ടെങ്കിൽ ഇങ്ങനത്തെ വാക്കുകൾ വൃത്തിയോട് ഞാൻ പിന്നെ പറയാൻ പോകണം കുടിച്ചിറന്നിട്ട്. അങ്ങനെയാണെങ്കിൽ നീ പറയുന്നത് എനിക്ക് കൊള്ളണല്ലേ? ഞാൻ ഇവിടെ 3 വർഷം ഇവിടെ ഉണ്ടായിരുന്നു, എവിടെയെങ്കിലും ഉണ്ടായിരുന്നു? ഞാൻ മൊത്ത ദിവസം എല്ലാ ദിവസവും കുടിച്ചിട്ട് ബോധമില്ലാണ്ട് കടന്നാണ്. എനിക്ക് കൊള്ളണ്ടാകും. അങ്ങനെയല്ലേ? എടാ സംസാരിക്കണ രീതിയിൽ സംസാരിക്കുമ്പോഴേ വരണത്. എൻ്റെ മുഖം അങ്ങനെ ഇരിക്കണം. 20 വർഷം കഴിഞ്ഞിട്ട് കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്നിട്ടാണ് ഈ മുഖം വരാൻ അല്ലേ? ഇതിവിടെ 20 വർഷം കഴിഞ്ഞിട്ട് 15 വർഷമോ കുടിച്ച് ഡ്രഗ് അടിച്ച് ബോധമില്ലാണ്ട് കിടക്കാൻ പോയിട്ടുമില്ല. ഉള്ള കാര്യം പെട്ടെന്ന് ഉണർവോടെ 23 നടക്കുക, അത് ചെയ്യുക, ആരും പറയിപ്പിക്കാണ്ട് ചെയ്യുക, അങ്ങനെ കഴിഞ്ഞിട്ടാണ് ഈ മുഖം വരുന്നത്. അത് ഞാൻ എപ്പോഴും ചോദിച്ചോളൂ, നീ ഏത് വെട്ടിനെയാണ് സ്വപ്നം കാണണമെന്ന് എനിക്ക് മനസ്സിലാവണല്ലേ. ഉള്ള കാര്യം നീ സംസാരിക്കണമില്ല, ഏതോ വെഡിനെ ഓർത്തിരിക്കും. ആരെന്നോട് കുടിച്ചിട്ടാക്കാൻ പ്രേരിപ്പിച്ചോട്ടില്ല, അവർക്ക് പേടിയാണ്. അവരാരെന്നോട് നീ കുടിച്ചിട്ടടിച്ച് നടന്നോളോ വിഷമമുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളും ചോഷിച്ച കാര്യങ്ങളും മെറ്റീരിയലിസ്റ്റിക് സെൽഫിഷ് കാര്യങ്ങളും സംസാരിക്കാൻ ഇതുവരെ വന്നിട്ടില്ലേ. വേണമെങ്കിൽ നീ ഹിസ്റ്ററി ഫോളിൽ ചകഞ്ഞ് എടുത്ത് നോക്ക്. ഒരു കാര്യം ചെയ്യാനുള്ള രീതി വരെ എനിക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഒരു സർക്കംഫറൻസിന്റെ ഒരു ആകൃതി വരെ മനസ്സിലാക്കിയിട്ട് ചെയ്യണേ. അത് പറഞ്ഞ ഒരു കാര്യം ചെയ്യുന്ന മുമ്പ് ബോധത്തോടെ ചെയ്യണേന്ന്. കൈ ഉയർത്താൻ പോകുമ്പോഴും അത് എത്ര സർക്കംഫറൻസ് ഏത് രീതിയിൽ വരും എന്നുള്ള മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടെങ്കിൽ അതനുസരിച്ച് ബോധത്തോടെ പറയണേ. അല്ല ബോധത്തോടെ സംസാരിക്കുക. അല്ലെങ്കിൽ 20 വർഷം കുടിച്ചിട്ട് നിന്നിട്ട് ഈ മുഖം വരികയാണെങ്കിൽ നീ വേറെ വീട്ടിൽ സ്വപ്നം കാണുന്നത് അതാണ്. ഇവിടെയാണെങ്കിൽ അതിൻ്റെ കൈ ഫാനിൽ തട്ടി കൈ മുറിഞ്ഞിട്ട് പിന്നെ എനിക്ക് പോകാൻ പറ്റുന്നത് ബാൻഡേജ് ഇട്ട് പോകേണ്ടി വരും. അപ്പോൾ ഉള്ള കാര്യം അതുപോലെ സംസാരിക്കുക. അല്ലെങ്കിൽ കുടിച്ചിട്ട് ക്ലീശോ വിപരീത ചെയ്യണം, ആത്മഹത്യ ചെയ്യണം, റോമൻ കാത്തിരിക്കുമ്പോൾ 3ാമത് ജനിച്ചവരും 1ാമത് പറഞ്ഞിട്ട് 3ാമതും 7ാമത് ജനിച്ചവർ പലരും കുടിച്ചിട്ട് അകടിച്ചെന്ന് ഒടിഞ്ഞ് നടക്കാറിയാം, തലയുയർത്തി സംസാരിക്കാറിയില്ല. ഇത് എനിക്ക് ഇവിടെ വീഡിയോയിൽ കാണിക്കാൻ പറ്റുമോ? അതോ എൻ്റെ ഒരു അപാകത? അത് മാത്രം പ്രൂഫ് ഉണ്ടല്ലായിരിക്കും. ഇങ്ങനെ നടക്കണ്ടെങ്കിൽ ഇങ്ങനെ ഒടിഞ്ഞ് നടക്കാറിയാം അവർക്ക് എത്ര വർഷമാണെങ്കിലും. എനിക്ക് പറ്റണുള്ളത് എനിക്ക് നിവർന്നങ്ങ് ഇരിക്കണം, മനസ്സിലാക്കാൻ പറ്റണേ. നീ വേറെ എന്തൊക്കെ ചിന്തിക്കണ വെഡി? ഉള്ള കാര്യം നീ സംസാരിക്കണേ. എനിക്ക് ഉൾക്കാഴ്ച ഉണ്ടാവും, എന്താ നടക്കണമെന്ന് മനസ്സിലാവും. പക്ഷെ അത് നീ വാക്കാല് പറയണം. വാക്കാല് പറഞ്ഞാൽ പക്ഷെ നീ വാക്കാല് പറഞ്ഞിട്ട് നിനക്ക് എന്തോ ഒരു തരം മോശം എന്തോ വരണ പോലെയാണ് ലാസ്റ്റ്. പിന്നെ തുടങ്ങുന്നത് ഇങ്ങനെയാണ് പറയുമ്പോൾ എന്താ പറയാനെ, എന്തെങ്കിലും ചെയ്യാൻ വരുമ്പോൾ അത് വരുമ്പോൾ ഇൻസ്റ്റഗ്രാം ഫീൽ ചെയ്യാതെ നീ ഇത് പറഞ്ഞേ എന്തെങ്കിലും ആ മുഖം എന്തിട്ടാണ് ഈ ഒരു തരം ആ ചേർച്ച. നീ ഇഷ്ടപ്പെടണമെങ്കിൽ ഞാൻ നിന്നെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ ചേർച്ച വേണം സംസാരത്തിൽ. നീ ഉള്ള കാര്യം ഞാനാണിത് ഏൽപ്പിച്ചതെന്ന് കൂടി പറയണ്ടേ. നിങ്ങൾ അനുസരിച്ച് അങ്ങനെയാണെന്ന് ചിരിച്ചിട്ട് ഒരു ഇത് പറഞ്ഞിട്ട് മോന്തയിൽ കാണിച്ചിട്ട് വാക്കാലം പറയണല്ലേ. അപ്പം ഞാൻ വിചാരിക്കണേ ഞാൻ എന്തായാലും കുടിച്ചിട്ടൊക്കെ അടിച്ച് ബോധയിലാണ് കടന്നിട്ടുള്ളത്. അപ്പം എനിക്കൊരു ഉൾക്കാഴ്ച ഉണ്ട്. അപ്പം നീ കുടിച്ചിട്ടൊക്കെ അടിച്ച് നടന്നിട്ട് വീട്ടിലെന്തോ നടന്നിട്ട് ചിരിക്കുന്നതാണെന്ന് ഞാൻ വിചാരിക്കണേ. ഉള്ള കാര്യം നീ വാക്കാല് സംസാരിക്കണല്ലേ. വാക്കാല് സംസാരിച്ചാൽ അറിയൂ എന്താന്ന്. അപ്പം ഞാൻ ചോദിക്കാം, അപ്പം അതിൻ്റെ അതിൽ നീ പറയുന്നത് ഇന്ന് മോശമായിട്ട് നീ പറയുന്നത് എങ്ങനെയാണ്? നിന്റെ പക്ഷേ ഇപ്പം എൻ്റെ സംസാരം എങ്ങനെയാണ്? അതാണ് വീട്ടിൽ നോക്കുന്നത്. അപ്പം നിങ്ങൾ അത് തെറ്റാണോ എന്ന് നിന്റെ ഭാഷ എനിക്ക് അനുകരിക്കാൻ പറ്റും. അത് തെറ്റാണോ എന്ന് അത് 100 വിശകലനം ചെയ്തോട്ടോ. അത് നിങ്ങൾക്കറിയാം സ്മൂത്തായിട്ട് പോകുന്നു. പക്ഷെ നിങ്ങൾ ഒരു തരം ഇതിൽ എന്തൊരു വേറെ എന്തൊക്കെയോ കുടിച്ചിറക്കാൻ പോകണത് പിടിച്ചെക്കുന്നത് അങ്ങനെയാണെന്ന് എന്തൊക്കെ ചിന്തിച്ചിട്ട് ആൾക്കാർ ഇതില്ലാത്തതാണ് ആൾക്കാർ ഇതുള്ളതും വിചാരിച്ചിട്ട് തമ്മിൽ ആത്മയെ പ്രേരിപ്പിക്കണം. ഏതോ അനിയന്മാരൊക്കെ ഏതോ വെട്ടികളെ സ്വപ്നം കണ്ടിട്ട് അവരും ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കാം. നിങ്ങൾ മഞ്ഞാണ്, ഞാൻ ഇങ്ങനെയാണ് മഞ്ഞാണേ അങ്ങനെ വിചാരിച്ചാൽ എന്ന് കുശുപോയിട്ട് വെച്ചിട്ട് ഞാൻ പറയും അങ്ങനെ ഒരു ഒരു ഫേക്ക് കമ്പനി അങ്ങനെ കിട്ടിയില്ല ജോലി. ഫേക്ക് കമ്പനിയാണോ നിങ്ങൾക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കിയോളൂ. ഇങ്ങനത്തെ കിട്ടുന്നുണ്ടല്ലേ ഷിഫ്റ്റിങ്ങും ലോഡിങ്ങും ശരിയാ, ജനറിക് ലേബലിങ്ങും പിന്നെ ശരിയാ ഞാനും ഇപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ലേബലിങ് അങ്ങനത്തെ ക്വാളിറ്റി ചെക്കിങ്ങും
പക്ഷെ ഞാൻ നോക്കിയോളാം, നിങ്ങളുടെ എന്തോ ഒരു അപാകത വെച്ചിട്ടുള്ള കാര്യം അത് എൻ്റെ അത് ശരിക്കുള്ളത് അവിടെ ചെന്ന് കഴിഞ്ഞ് തിരിച്ചു വരേണ്ട കാര്യമില്ലല്ലോ. എയർപോർട്ടിൽ വന്നതന്നെ കമ്പനിയിൽ പോകണമല്ലോ. അപ്പം അത് നിങ്ങൾ അങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഞാൻ പറഞ്ഞ ഇടയ്ക്ക് എൻ്റെ രീതി സംസാരിക്കാണ്ട് അത് മനസ്സിലാക്കിയോളൂ. അപ്പോൾ അത് ഫേക്ക് ഫ്രോഡ് ജോബ് ഓഫർ ഫേക്ക് ആയിരിക്കും, നോക്കി വെച്ചിട്ട് നോക്കി കണ്ട് ചെയ്തോളൂ. അത് ശരിയാ, നിങ്ങൾക്ക് അതിനുള്ള താല്പര്യമില്ലേ? അപ്പോൾ ഉള്ള കാര്യം സംസാരിച്ച് എവിടെയെങ്കിലും ആണെങ്കിലും ചേർന്ന് പോകുമ്പോഴാണ് കാര്യങ്ങൾ വരുന്നത്. മനസ്സിലാവണ്ട? അപ്പം നിങ്ങൾ സംസാരിക്കേണ്ട രീതി വ്യത്യാസമുണ്ട്, അത് മനസ്സിലാക്കാൻ പഠിക്കാതെ. അവിടെ ഹിന്ദി കുട്ടികൾ ഹിന്ദിക്കാരായിട്ട് എനിക്കൊരു ബന്ധമില്ല, പിന്നെ ഇങ്ങനെ അത് ഇങ്ങോട്ട് വരണത് ഒരു കാര്യം ചേർത്ത് എവിടെയും സംസാരിച്ച് വരുമ്പോഴുള്ള രീതി വരുന്നത്. അവിടെ ഇൻസെക്യൂർ ഫീലിങ്ങിൽ എവിടെയെങ്കിലും ഇവിടെ നിന്ന് നിൽക്കാൻ വേറെ സ്ഥലത്ത് പറ്റാണ്ട് അത് വന്നില്ല എന്നുള്ള രീതിയിൽ ആരും ഒന്നും ചെയ്യാൻ പോകണല്ലേ. ഇവിടെ സ്പഷ്ടമായിട്ട് പറയണേ, സ്പഷ്ടമായിട്ട് പറയുന്നത് നിങ്ങൾ കേൾക്കുന്ന അറിയാം, അവിടെ അളുകളുമില്ല. അപ്പം അത് ബസ് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ നിങ്ങൾ അനുകരിച്ച ശബ്ദം ഇപ്പോൾ മുമ്പ് അനുകരിച്ചതൊക്കെ ഞാൻ എൻ്റെ ശബ്ദം വിചാരിക്കും. അതാണ് നിങ്ങൾ കുടിച്ചിലൊക്കെ കേട്ട് പിടിച്ച് നിൽക്കുന്നത് തെറ്റ്, ഡ്രഗ് അടിച്ച് നടക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഏതോ വെടി സ്വപ്നമാണെന്ന്. എൻ്റെ വോയിസ് ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് എനിക്ക് മധുരമായ എന്തെങ്കിലും മ്യൂസിക്കും പുറപ്പെടുവിക്കാൻ പറ്റുന്നത്. തന്നെ വയർന്ന് വരുന്നതല്ലേ, വയർന്ന് വരുന്ന മ്യൂസിക്കാണ് അങ്ങനെ വരുന്നത് അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ അത് പറയണം, അല്ലാണ്ട് നിങ്ങളുടെ ശബ്ദം ഇപ്പം തന്നെ അനുകരിച്ചത് ഇങ്ങനെയാണ്. അപ്പം നിങ്ങളും വിചാരിക്കുന്നത് നീ ഇവൻ്റെ ശബ്ദം ഇപ്പോൾ ഇങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ചാൽ എങ്ങനെയാണ് അതാവണേ? നിങ്ങളൊക്കെ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചോളോട്ടോ, നിങ്ങൾ ചിന്തിക്ക് പറയുന്നത് എങ്ങനെയാണ്, നിങ്ങൾ അതും ശ്രദ്ധിച്ചോളോട്ടോ. അത് പിടിച്ചിരിക്കണം വിചാരിച്ചു ഇത് മെറ്റീരിയലിസ്റ്റിക് സെൽഫിഷ്നെസ് എന്തുകൊണ്ട് നിങ്ങൾക്ക് അതൊന്നും ശ്രദ്ധിച്ചോളോട്ടോ. അത് ഫേക്കാണോ, ജോബ് ഓഫർ ഫേക്കാണോ, തിരിച്ചുപെട്ട് എയർപോർട്ടിൽ വന്നിട്ട് 4 ദിവസം കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വിഷ്കലനം ചെയ്ത് അവർ ബ്ലോക്കൊക്കെ ചെയ്ത് വെക്കും. തിരിച്ചു വരേണ്ട കാര്യമില്ലല്ലോ. പെട്ടെന്ന് തന്നെ കമ്പനിയിലൊന്നും അറിയാണ്ട് അതൊന്നും വരുത്തേണ്ട കാര്യമില്ലല്ലോ. അത് മനസ്സിലാക്കി ചെയ്യുന്നതൊക്കെ ശരി നല്ലത്. അതിലൊരു കാര്യമില്ല പറയണേന്, അങ്ങനെയല്ല ചേർന്ന് പറയണേലും ചെയ്യണേലാണ് കാര്യം. അത് ഞാൻ നിങ്ങൾ അനുകരിക്കുന്നതാണ്. അപ്പം അത് വിചാരിക്കരുത് നിങ്ങളുടെ ബോസിൽ കുടിച്ചിൽ അകടച്ച് നടന്നിട്ട് അത് നിങ്ങളുടെ ശരിയാ, അത് എൻ്റെ ശബ്ദം വിചാരിക്കരുത് നിങ്ങൾ. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക എങ്ങനെ ഏത് മ്യൂസിക്കാണ്, ഏത് ട്യൂണാണ് വരണത്. ഇപ്പം അങ്ങനെ ഏത് ട്യൂണിലാണ് ഇത് ഏതിൽ മ്യൂസിക് തേനൂറും ചുണ്ടീൻ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൽ ഇമ്പം എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൽ നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ ശബ്ദം എങ്ങനെ പാടുക, നിങ്ങൾ പാടുമ്പോൾ എങ്ങനെയായിരിക്കും പാടാൻ വായിക്കൽ, നിങ്ങളെങ്ങനെയായിരിക്കും തേനൂറും ചുണ്ടിന് ഇങ്ങനെയല്ല പാടാ. അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും മ്യൂസിക് എന്തെങ്കിലും ഉന്നതന്നീ അത്യുന്നതന്നീ അങ്ങേ പോലൊരു ദൈവമില്ല എന്ന് പറയും, അത്ഭുതവാൻ അതിശയവാൻ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വരണ്ട്. നിങ്ങൾ പാടുമ്പോൾ നിങ്ങളെങ്ങനെയായിരിക്കും പാടണേ, നിങ്ങളെങ്ങനെയായിരിക്കും അത് പാടണേ? അതിശയവാൻ നീ പാത്രമൻ ദൈവമെന്നും അങ്ങനെ പാടുന്നതും ഇങ്ങനെ പാടുന്നത് വ്യത്യാസമില്ലടാ വെട്ടി. അത് മനസ്സിലാക്കാൻ പഠിക്കുക ആരെന്താ ചെയ്യണമെന്ന്. കാര്യങ്ങൾ അതുപോലെ അവതരിപ്പിച്ച് ഉള്ള കാര്യം സംസാരിച്ച് സഹകരിച്ച് പോകുമ്പോഴാണ് കാര്യങ്ങൾ ഉണ്ടാവുന്നത് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഇൻസെക്യൂർ ഫീലിങ്ങിൽ ആര് ചെയ്യണല്ലേ, ഉള്ള കാര്യം അറിയണ്ടെങ്കിൽ അതുപോലെ സംസാരിക്കണം. അതുപോലെ എന്താണ് ഉള്ളാൽ വലിയ മുറിഞ്ഞൊന്നുമല്ല, ഉള്ള കാര്യം ഞാൻ എൻ്റെ ഉള്ളിൽ അറിയണ്ടോ അത് നിങ്ങൾ വാക്കാലെ പറയണം. അതുകൊണ്ട് ഇൻസെക്യൂർ ഫീലിംഗ് അങ്ങനെയല്ല കൊണ്ടുവരുന്നത്, ആ രീതിയിലല്ല നമ്മൾ അതിലല്ല ചെയ്യേണ്ടത്. സഹകരിച്ച് ചെയ്യുമ്പോഴാണ് കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഹിന്ദി കുട്ടികളത് പറയൂ, മലയാളി MDME മലയാളി പാൻപരാഗത് പറയൂ. അപ്പോൾ അങ്ങനെയാണ് മ്യൂസിക് നിങ്ങൾ ഇങ്ങനെ നടത്തിയ വിധങ്ങൾ. എനിക്ക് അങ്ങനെ ഒരു ബോഡി ലാംഗ്വേജും പേഴ്സണാലിറ്റി ഇല്ല. ഇപ്പം ഞാൻ പറയാം നിങ്ങൾ പാടുന്നത് ഇങ്ങനെയാണ്, നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ കുടിച്ചിട്ടേ പണ്ട് അതാണ് പിടിച്ചിക്കാന്ന് പറഞ്ഞിട്ട് മൈക്കിലൊക്കെ പാടാൻ കേട്ടിട്ടുണ്ട് ഞാൻ. കരുതിയ കരുതി സ്തുതിക്കുവാനായിരം നാവ് പോരായേ എങ്കിലും അങ്ങനെ എന്തെങ്കിലും പാടുന്നത് നിങ്ങൾ എങ്കിലും ആവോളം ഞാൻ പാടി ചോദിക്കും ഇങ്ങനെ കുറേ വേ ഓഫ് ടോണി അപ്പോൾ കാണിച്ചു തന്നു. പക്ഷെ ഞാൻ പാടുന്നത് ഇങ്ങനെയല്ല. അതാണ് ഒരു വോയിസിൻ്റെ പ്രത്യേകത. ഞാൻ പാടുന്നത് എങ്ങനെയാ നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ കരുതിയ കരുതൽ നിനച്ചിടുമ്പോൾ സ്തുതിക്കുവാനായിരം നാവ് പോരായേ
എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. സ്തുതിക്കുവാനായിരം നാവ് പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമെൻ ദൈവം. അങ്ങനെ പാടുമ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ കുണി എരുന്ന് കൂട്ടി കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്ന ശബ്ദങ്ങളോട് പനി പാടും. എങ്ങനെയായിരിക്കും പാടുക? എങ്ങനെയായിരിക്കും അത് പാടുക? കുഞ്ഞപ്പൻ നായരുടെ മോൻ എങ്ങനെയായിരിക്കും പാടുക? നടത്തിയ വേദങ്ങളെ ഓർത്തിടും കരുതിയ. ഇങ്ങനെയാണോ ഞാൻ പാടുന്നത്? ഇങ്ങനെയാണോ ഞാൻ പറയുന്നത്? അവർക്കത് പറയേണ്ട കാര്യമുണ്ടോ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച്? സ്തുതിക്കുവാനായിരം നാവ് പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. അതുകൊണ്ട് പറയാം, ജർമ്മനിയിലുള്ളവർ മലയാളം പറയും. അപ്പം നിങ്ങൾ ഹിന്ദു രീതിയിൽ ചടഞ്ഞു കൂടിയവരും മരുന്ന് കൂട്ടി വാങ്ങിയവർ പോലെയല്ല അത്. ചാല് മാത്രം നോക്കിയിട്ട് എന്താ കാര്യം? പൂർണ്ണമായിട്ട് നോക്കണ്ടേ? എല്ലാം അറിഞ്ഞിട്ട് സഹകരിച്ച് സംസാരിച്ചിട്ട് എവിടെയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് നടക്കുള്ളൂ. അത് സഹകരിച്ച് എന്തായാലും ഇൻസെക്യൂർ ഫീലിംഗ് അല്ല ചെയ്യുക. അത് ഒരു പുരോഗതി ഉണ്ടോ എന്ന് നോക്കണം. നിങ്ങളുള്ള കാര്യം അതുപോലെ സംസാരിക്കണല്ലേ, വാക്കാലെ സംസാരിക്കണല്ലേ. എനിക്കൊരു ഉള്ളിലൊരു എന്താ പറയുക ഉൾക്കാഴ്ച ഉണ്ടാവും, അത് ശരിയാണെന്ന് എനിക്കറിയാം. പക്ഷെ അതിനെക്കുറിച്ച് നിങ്ങൾ വാക്കാലെ സംസാരിക്കണം. നിങ്ങൾ വേറെ ഏതോ ടോണിൽ, വേറെ ഏതോ വോയിസ് ടോണിൽ വേറെ എന്തൊക്കെയോ ഇൻസെക്യൂർ നോക്കണം. അത് ഫ്രോഡ് എല്ലാത്തിലാണ്. വർക്ക് പെർമിറ്റ്, വർക്ക് ഓഫർ, ജോബ് ഓഫർ ചിലപ്പോൾ സെറ്റാണ്, ശരിയായിരിക്കും. എല്ലാം നമുക്ക് നോക്കിയിട്ട് അങ്ങനെ ഞാൻ സംസാരിക്കുന്ന രീതി കൂടെ അല്ലേ സംസാരിക്കണത്. നോക്കളോട്ടോ എന്നൊക്കെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അതിൽ കാര്യമില്ല. അപ്പം എൻ്റെ ടോണാണ് ചരിക്കരുത് ഉണ്ടാക്കി സംസാരിക്കുന്നത്, അനുകരിക്കുന്നത്. പിന്നെ ചെയ്യണ്ടെന്ന് തോന്നുന്നത് ഇൻസെക്യൂർ ഫീലിങ്ങിൽ പൂർണ്ണ സഹകരണം ഇല്ലാണ്ട് ചെയ്യണ്ടെന്ന് തോന്നുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ വല്യമാമയുടെ കട്ടിപൂരികമുള്ള മുഖമാണ് അമ്മാമ മരിച്ചു കഴിഞ്ഞ് 2002 മരിക്കുമ്പോൾ കച്ചിപ്പൂച്ച ഉണ്ടായത്. ജിബിള് അവിടെ പോയി കഴിഞ്ഞിട്ട് ഒരാഴ്ച, വല്യമാമ 3 ആഴ്ച താമസിച്ച് വരണത്. വിണ്ടൂരിലുള്ള അവരുടെ കുറ്റുകാരൻ്റെ അവർ ജിബിളിൽ ഗുജറാത്തും ഗോവയിലുള്ള കണക്ഷനാണ്. ഗുജറാത്തിൽ ഹിന്ദി സംസാരിക്കില്ല അവരധികം. അതുപോലെ ഗോവയിൽ ഹിന്ദി സംസാരിക്കില്ല. പോർച്ചുഗീസ് ഇൻഫ്ലുവൻസ് ഉള്ളവരും ഗോവയും പിന്നെ ഗുജറാത്തും, മുംബൈ അല്ല. അപ്പോൾ ഗോവയും ഗുജറാത്തായിരിക്കും ബന്ധം. ബാംഗ്ലൂർ കന്നഡ ബാഡ്ലി മോട്ടിവേറ്റഡ് സ്ഥലത്തിൻ്റെ ലാംഗ്വേജിനെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള. ഗോവയും പോർച്ചുഗീസ് ഇൻഫ്ലുവൻസ് ഉള്ളതും ഇവരല്ല. കൊങ്കണിയും അതുപോലത്തെ മുംബൈ അല്ല, ഹിന്ദി അല്ല. ഗുജറാത്തിൻ്റെ ഒരു ഇവിടെ നിപ്പോൺ BV അവിടെ ഉണ്ട്. അവിടെ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടിയാലും കുഴപ്പമില്ല. വെയർ ഹൗസ് ആണെങ്കിലും ഏതാണെങ്കിലും അവിടെ വർക്ക് ചെയ്യാവുന്നതുള്ളൂ. നമുക്ക് കാര്യങ്ങൾ ചെയ്യാം, വർക്ക് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഗുജറാത്തും ഗോവയായിട്ടുള്ള ബന്ധമാണ്. കോസ്റ്റ് ഏതാണ് അല്ലെങ്കിലും കച്ചിപ്പൂച്ച ചേർത്ത് 2002 ഉണ്ടായത് അതുപോലത്തെ തന്നെ ഒരു തരം എണ്ണല്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ആ രീതിയിലാണ്. ബാഡ്ലി മോട്ടിവേറ്റഡ് സ്ഥലത്തെ മുഖങ്ങളല്ല. അവരോട് നമ്മൾ ഇഷ്ടമുള്ള മുടി വെട്ടണം എന്നുള്ള ആഗ്രഹമുണ്ട് എനിക്ക്. പക്ഷെ എങ്ങനെ മുടി വെട്ടുന്നതാണോ ആലോചിക്കുന്നത്? മനസ്സിലാവുന്നുണ്ടോ? മുടി വെട്ടണം എന്നുള്ള ആഗ്രഹമുണ്ടോ എനിക്ക്? പക്ഷെ എങ്ങനെ മുടി വെട്ടും? കൊച്ചുമുളം കാട് വിട്ട് വന്നതെന്തിനാ? മൊഴി പൊഴിയും എന്നാമനെ മൊഴി പൊഴിയും എന്നാമനെ. നിൻ കരൾ കലരാതെ പറയൂ നീ കാര്യം. മൊഴി പൊഴി മെന്നാമനെ, നിൻ കരൾ കലരാതെ പറയൂ നീ കാര്യം. വിളിൽ നമ്മ തരാമെന്നു നിനക്ക പച്ചവർണ്ണ നീ ഒന്ന് പറയുമോ? കൊച്ചുമോളം കാട്ട വന്നതെന്തിനാ?
ഫുൾ ചേർച്ചയോടെ കാര്യങ്ങൾ ആരോട് തുറന്ന് പറയാണ്ട് സംസാരിക്കാണ്ട് വഴിയിൽ പോണവർ അങ്ങനെ കണ്ടിരുന്നു. അങ്ങനെ കണ്ടിട്ട് ആരും സ്നേഹിക്കാൻ പോകണല്ലേ, മനസ്സിലാവുണ്ടോ? അത് സിസ്റ്റം തോന്നുന്നു അങ്ങനെ. നിങ്ങൾ വഴി നിർത്തിയാലും അത് പറയിപ്പിച്ച് പറയുന്നതല്ല, പറയിക്കാൻ പറയുന്നത് തന്നെ ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മളെവിടെയെങ്കിലും, അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ മുമ്പ് നമ്മൾ പറയണ കൺവേഴ്സേഷൻ അനുസരിച്ച് വരുന്നത്. അവിടെ മുമ്പ് എവിടെയോ അല്ലെങ്കിൽ നമ്മളങ്ങനെ ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ പറയുന്നു വിചാരിച്ചിട്ട് പറയിപ്പിച്ചിട്ട് പറയണ അവർ വരുത്തി നിർത്തിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അത് പറയണം. മുമ്പ് പറഞ്ഞു ഇങ്ങനെ പെണ്ണുങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല, ചില കാമുകന്മാരുണ്ടാവില്ല ഉണ്ടോ. പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ പെണ്ണുങ്ങളെ ഡിസ്കസ് ചെയ്തിട്ട് സംസാരിച്ചിട്ട് അങ്ങനെ നിർത്തിയിട്ട് കല്യാണം കഴിക്കണ പെണ്ണ് നിലനിന്ന് പോകുന്നതല്ല. ഇപ്പോൾ ബിൽജും ക്ലീസും 12 വർഷം അവർ ഒരുമിച്ച് ജീവിച്ചില്ലേ. പക്ഷെ അവരുടെ പിഴവ് കാരണം പിൽസ് കഴിച്ച് ബോധമില്ലാണ്ട് കുടിച്ചിട്ടൊക്കെ അടിച്ച് ടൈപ്പ് ഇതിലായിട്ട് അത് ശ്വാസം മുട്ടി രണ്ടുപേരും ഇല്ലാണ്ടായി വണ്ടി വന്നു. അത് സ്വന്തം വിപരീതം ചെയ്തതുകൊണ്ട്, പിഴവ് കാണിക്കണമുണ്ട്. അപ്പോൾ ഇതല്ല. അപ്പം മുമ്പ് നമ്മൾ പറയണനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ വരണമെന്നാണ്. ജോലി സ്ഥലത്ത് ആരും കുറിച്ച് ഡിസ്കസ് ചെയ്യണല്ലേ, വഴിയിൽ പോണവർ കണ്ടവർ ഡിസ്കസ് ചെയ്യണല്ലേ, മനസ്സിലാവണമല്ല എന്നല്ല. നിങ്ങളെ ഞാൻ ശ്രദ്ധിക്കണ കൂടിയില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കിയപ്പോൾ ഇനി ഫില്ല് ചെയ്യണം ജോലി, അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഇടയിൽ എന്ത് ഹിന്ദു മുസ്ലിം റോമൻ കാത്തലിക് തമ്മിൽ കൊലിക്കണ, പിടിച്ച് നിൽക്കണ പോലെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് കാണിച്ചിട്ട് നിങ്ങളെ ശ്രദ്ധിക്കണ കൂടിയില്ല, മനസ്സിലാവണ്ടല്ലേ, ശ്രദ്ധിക്കണ കൂടിയില്ല. നിങ്ങൾ പറയണു അവിടെ ബെല്ലടിച്ചില്ല, അവിടെ അപ്പം ഞാൻ പറയാൻ വരേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഇവിടെയാണ് ബെല്ലടിച്ചത്, നിങ്ങൾ ആരും അറിയില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തവരെ ആരും നമ്മൾ സ്നേഹിക്കാൻ പോകണല്ലേ, മനസ്സിലായോ? ആരെന്താണെന്ന് അറിയില്ല, ഞങ്ങൾ ഇതിന് വേണ്ടിയാണ് വന്നതെന്നൊക്കെ പറഞ്ഞ് വരണല്ലേ, ആര് വരണല്ലേ, പറയിച്ച് നിങ്ങളുള്ള കാര്യം സംസാരിക്കണം. അപ്പം ഞാൻ ചോദിക്കുമായിരിക്കും ചിലപ്പോൾ അവിടുന്ന് ആര് വിളിക്കണേ, ഈ മുടി വെച്ചിട്ട് ചോദിക്കുമ്പോൾ ആ പറയണ രീതിക്ക് അനുസരിച്ചല്ല. പൊടി ഫുള്ളുള്ളപ്പോൾ നമ്മൾ പൊടി എന്തിനാ വെട്ടണേ? അവിടെ ചെന്ന് വെള്ളം അധികം ഉപയോഗിക്കാണ്ട് അവിടെ വെള്ളം മിക്കവാറും അവിടുത്തെ താഴെ വെള്ളം ഒന്നും വീഴാതിരിക്കാനായിട്ട് അവരുടെ മറ്റേ ബാത്ത് ടബിലായിരിക്കും നമ്മൾ കയറിയിട്ട് അവിടെ ഈ ഷവർ വെച്ചിട്ട് കുളിക്കേണ്ടി വരും, മനസ്സിലായ? ഈ മറ്റേ ഇങ്ങനത്തെ നല്ല ഫോഴ്സോടെ വരെ ഷവറല്ല, അവിടെ വേറെ ഷവർ വെള്ളം കുറച്ച് വില വരണ്ടെങ്കിൽ ഈ ഫുൾ മുടി വെച്ച് പോകുമ്പോൾ, നല്ല ക്ലിയർ ആയിട്ടുള്ള മുടി വെച്ച് പോകുമ്പോൾ ഫുള്ള് നനച്ച് ശരിക്കും തുടച്ച് വൃത്തിയാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ മുടി വെട്ടിയത്. അപ്പോൾ കുറച്ചുകൂടിയും ഒരു സ്കിന്നിന് നല്ല ഉത്തേജിക്കും അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അവിടെ എത്തുമ്പോഴേക്കും എണ്ണയൊക്കെ പതിപ്പിച്ച് നല്ലോണം പെട്ടെന്ന് ജോലിക്ക് പോകല്ലേ, പെട്ടെന്ന് കുളി തീരാം. എനിക്ക് ഇങ്ങനെ 1 മണിക്കൂർ കുളിക്കണമെന്നില്ല. ഒരു 5 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് ജസ്റ്റ് വെള്ളം നനച്ച് ആ റൈഡോക്സ് ഷാമ്പു ഫുള്ളും തേച്ച് തലയിലൊക്കെ തേച്ച് എണ്ണയൊക്കെ പറ്റി പോയാൽ മതി. പ്രത്യേകിച്ച് കോൾഡ് സ്റ്റോറേജിലെ ജോലി ചെയ്യണം. അപ്പോൾ ഇവിടെ കാണിക്കണ 1/2 മണിക്കൂർ നല്ല വിസ്താരമായി കുളിയും 1 മണിക്കൂർ പല്ല് തേച്ച് ഷെയ്വൊക്കെ ചെയ്യണതൊന്നും അവിടെ ഉണ്ടാവില്ല. ഷേവ് ചെയ്ത് മുടി വരണ അപ്പം ഷേവ് ചെയ്ത് എണ്ണയൊക്കെ പുരട്ടി മുഖത്തും എല്ലായിടത്തും തലയിലൊക്കെ എണ്ണ പുരട്ടി നല്ലോണം തിളങ്ങി പോണ പോലെയാണ് പോകേണ്ടത്. അപ്പം സംസാരിക്കുമ്പോൾ അങ്ങനെ വരണമെങ്കിലും അപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ വരണമെങ്കിലാണ് കാര്യം ജോലി ചെയ്യണതിന്. അപ്പോൾ ഈ മുടി വെച്ചിട്ട് അങ്ങനെ പറയണതിലില്ല. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പരിചയമില്ലാണ്ട് നിങ്ങളെ ശ്രദ്ധിക്കണോടില്ലേ, ആരും നമ്മൾ സ്നേഹിക്കാൻ പാടില്ല. ഉള്ള കാര്യം ഇവിടെ സംസാരിക്കണം, വേറെ വല്ലാണ്ട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കാൻ വരില്ല, ഇവിടെയാണ് 20 ടീലാണ്, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കണ കാര്യമില്ലേ. നമ്മളൊന്നും ചെയ്യാൻ സ്നേഹിക്കാൻ പാടില്ലേ. ആരാവും എന്താണെന്ന് അറിയാണ്ട് നിങ്ങളുടെ കാർഡിൽ ആരും വിളിക്കണം, അപ്പോൾ നിങ്ങൾക്ക് അതറിയില്ലേ? അങ്ങനത്തെ ഡയലോഗ് എനിക്കറിയാം. പിന്നെ കോളേജിലുള്ള പഠിച്ചതാണ്, മണിയപ്പിള്ള അശാനാണ് പേര്. അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് എന്നെ ചോദിക്കണം എന്താ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡയലോഗ് ചേർച്ചുള്ളത് ചെറിയ പിള്ളേർക്ക് അറിയണ്ടെങ്കിലും അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയണല്ലേ. കാർഡ് ആര് വിളിക്കണമെന്ന് വെച്ചാൽ എന്താണ്. അതിനുകൊണ്ടാണ് ഞാൻ ചോദിക്കേണ്ട സമയത്തിന് ചോദിക്കുമ്പോൾ അത് മുമ്പേ പ്ലാൻ ചെയ്ത് വെച്ചതല്ലേ, അതൊരു മനസ്സിലാക്കുമ്പോൾ പറയാം എവിടെ എന്ത് പറയണം എന്താന്ന്. അല്ലാണ്ട് മുമ്പ് ഒരാൾ പറഞ്ഞു അതൊന്നും കാണുക വേറെ ഇത് കണ്ടോ, ആരെയും അറിയാത്തവരും ജോലിയിലുള്ളവർ പെട്ടെന്ന് അങ്ങനെ വർത്താനം പറഞ്ഞ് അങ്ങനെ ആവണമെന്നില്ല, അങ്ങനെ വരണമെന്നില്ല. എന്നിട്ട് നമ്മൾ ജോലി ചെയ്ത് പോകുമ്പോൾ പിന്നെ ഒരു 9 മാസം കഴിഞ്ഞിട്ട് 9 മാസം ആകുമ്പോഴേക്കും മുടിയൊക്കെ നല്ലോണം വളർന്നുണ്ടോ, എൻ്റെ മുടി നല്ലോണം വളർന്നുണ്ടോ. അപ്പോൾ ആ കമ്പനിയിലുള്ളവർ പിന്നെ പറയും മുടി വളർന്ന് കുറച്ച് ഒഴിക്കുമ്പോൾ തിളങ്ങി കാണുമ്പോൾ വെച്ചാൽ മുടി വളർന്ന് അത്ര ഇതെല്ലാം കാണുമ്പോൾ മുടി വെട്ടാൻ അവർ അവിടെ പറയും. അപ്പോൾ തന്നെ ഇവിടുത്തെ സിം കാർഡിനും ഒരു മാസത്തേക്ക് 250 രൂപ അല്ലെങ്കിൽ 190 രൂപ 170 രൂപ 300 കൊടുക്കുമെങ്കിൽ മതിയെങ്കിൽ അവിടുത്തെ സിം കാർഡ് നമുക്ക് പ്രൂഫും ID പ്രൂഫും വേണ്ട, ഇവിടെ വന്നതിൻ്റെ മതി. അവിടെ സിം കാർഡ് അപ്പോൾ മൊബൈലിൽ ഇട്ട് കഴിഞ്ഞാൽ 10 യൂറോ കൊടുത്തു കഴിഞ്ഞാൽ 10 യൂറോ എന്ന് പറഞ്ഞാൽ 1000 രൂപയല്ലേ. 1000 രൂപയ്ക്കാണ് അവിടെ ഒരു മാസത്തെ ചാർജ് വരുന്നത്, റീചാർജ് പ്രീപെയ്ഡ് 1000 രൂപയ്ക്കാണ്. അപ്പോൾ അടുത്ത മാസം 1000 രൂപ കൊടുക്കണം. അങ്ങനെ കൊടുത്ത് 2 വർഷം ആകുമ്പോൾ 1000 എത്ര തീർന്നുണ്ടോ? 1000 × 24 24,000 റുപ്പീസ് പോയില്ലേ നമ്മുടെ കയ്യിൽ നിന്ന്, നമ്മുടെ സാലറിയിൽ നിന്ന് 1000 × 24 24,000 റുപ്പീസ് പോയി.
അപ്പം നമ്മൾ ഇവിടെ കിട്ടണതിന് സാലറി കിട്ടണതിൻ്റെ പകുതി സിം കാർഡിനൊക്കെ പോകുന്നുണ്ട്. അപ്പം നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ജോലി ചെയ്യുന്നത് എവിടെ സംസാരിക്കണം, എന്താ ചെയ്യണേ, അതനുസരിച്ച് എന്തെങ്കിലും പറയുമ്പോഴാണ് വരുന്നത്. അത് മുടി വെട്ടി അത് പറഞ്ഞു വരണം, ഡിസ്കസ് ചെയ്ത് വരണം. അതിലാണ്ട് ഉള്ള കാര്യം സംസാരിക്കാണ്ട് എവിടെ പരിചയമില്ലാത്തവരെ കണ്ടു, പരിചയമില്ലാത്തവർ എന്തോ ചെയ്തു. ഇപ്പോൾ പെണ്ണുങ്ങളോടൊക്കെ ഇഷ്ടമില്ല. അതുകൊണ്ടാണ് തിരിച്ചു പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുന്നത്, സ്പിരിച്വലായിട്ട് വിവാഹത്തിൻ്റെ ഉടമ്പടി ഇല്ലാണ്ട് ജോലിയുള്ള പെണ്ണുങ്ങൾ കഴിക്കുന്നതും സോഷ്യൽ വാക്കുകൾ പറയാണ്ട് സോഷ്യൽ കഴിക്കാണ്ട് ഇങ്ങനെ വെച്ചാൽ അവർ ഡിസ്കസ് ചെയ്ത് വരുന്നത് വ്യത്യാസമുണ്ട്.